പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഔസേപ്പിനെ കുറിച്ച് പെട്ടതിന് എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തന്നൊരു ചിന്ത ഇതായിരുന്നു. എനിക്ക് ഏക മകളാണ്. പിന്നെ മക്കളുണ്ടായിട്ടില്ല. 6 വർഷ ശേഷം ദൈവം ദാനമായി നൽകിയതാണ്. മെഡിക്കൽ സയൻസ് മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒരു മരുന്നും കഴിക്കാതെ തന്നതാണ്. അപ്പം അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ ആദ്യം ശുശ്രൂഷ FOJയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരനായിരുന്നു രോഗികളുടെ അടുത്ത്. അങ്ങനെയാണ് ഇവിടെ ദൈവാത്ഭുതമായിട്ട് അന്ന് ജോസച്ചനിലൂടെയാണ്. അപ്പം ഞാനൊന്നും പ്രാർത്ഥന സഹായം ചോദിക്കാറില്ല. ഒരു കാലത്ത് വരും, കയ്യൊപ്പ് മേടിക്കും, ശുശ്രൂഷ കഴിഞ്ഞ് വൈകുന്നേരം പോകും. അതിനൊരു ദിവസം അറിയാതെ ഇങ്ങനെ ആദ്യമായിട്ട് പറഞ്ഞതാണ്, മക്കളില്ല, 6 വർഷം കഴിഞ്ഞു, ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. എൻ്റെയാണ് കംപ്ലൈൻറ്റ്. അപ്പം അച്ഛനോട് ആദ്യമായിട്ടാണ് പ്രാർത്ഥന സഹായിച്ചത്. അച്ഛൻ പറഞ്ഞു ഈ മാസം ഭാര്യ പ്രഗ്നൻ്റ് ആവുന്നു. പ്രൈസ് ലോർഡ്. അതങ്ങനെ തന്നെ സംഭവിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുള്ള ഒരു മകള്, ഒരു വിജാതീയ മകളാണ്, വീടിനടുത്തുള്ളതാണ്, പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ആ മകളുടെ ഒരു 6 വയസ്സ് എൻ്റെ മകളുടെ പ്രായമാണ്. അപ്പോൾ ഈ മകളുടെ 2 കൈയിലും നിറയെ അരിമ്പാറ വന്ന് 2 കൈയും ഫുള്ള് അരിമ്പാറയാണ്. 6 വയസ്സായിട്ടുള്ള ഈ മകൾക്ക്. അപ്പോൾ അവർ കുറേ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ അവർ വേറെ വഴിയൊന്നുമില്ല, അത് കരിച്ച് കളയണമെന്ന് പറഞ്ഞു. ഇത്ര അധികം അരിമ്പാറ അത് കരിച്ച് കളഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ആ പാട് അവിടെ നിൽക്കും. അത് പിന്നീട് അത് അവിടെ വിവാഹാലോചനയും പ്രശ്നമൊക്കെ ഇതൊക്കെ വരുമ്പോൾ വിഷയമാവും, മനസ്സിനൊരു വേദനയാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ആകെ വിഷമിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് കാരിസൺ ടീച്ചറാണ്. അപ്പോൾ അവർക്കൊരു ദൈവത്തിൻ്റെ ഒരു മുന്നനുഭവം ഉണ്ട്. ഈ ഇവരുടെ ഭർത്താവ് മദ്യം കഴിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ നമ്മുടെ വൈഫ് പറഞ്ഞിട്ട് രഹസ്യമായ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് അതിൽ നിന്ന് ഭർത്താവിന് മോചനം കിട്ടിയിരുന്നു. അവർ വിജാതീയരാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അവർക്ക് മുന്നനുഭവമുള്ള കാരണം ആ സഹോദരി വൈഫിനോട് വന്ന് പറഞ്ഞു ഈ അരിമ്പാറയുടെ കേസ്. പെട്ടെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു, ബുധനാഴ്ച ഞങ്ങളുടെ വിശ്വസുപിതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള പള്ളിയാണ്, അസുപിതാവിൻ്റെ ഒന്ന് പ്രാർത്ഥിക്കാം, കൊച്ചിനെ ഞങ്ങളുടെ ഒപ്പം കുർബാനയ്ക്ക് വിടുമെന്ന് ചോദിച്ചു. പെട്ടെന്ന് അങ്ങനെ ദൈവം പറയിപ്പിച്ചതാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാലത്തെ കുർബാനയ്ക്ക് 6 വയസ്സാണ് ഈ മോൾക്ക്. അവർ യാത്രയാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു കൊച്ചിനെ. അപ്പോൾ ഈ കൊച്ചിനോട് വൈഫ് പറഞ്ഞു, അതിന് അവർക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ലല്ലോ, കൊച്ചുകുട്ടിയാണ്, 6 വയസ്സ് പ്രായമാണ്, ഏറ്റവും ഫ്രണ്ടിലാണ് നിൽക്കുക എൻ്റെ മകളുടെ ഒപ്പം. പറഞ്ഞു, മോളിങ്ങനെ കൈ ഇങ്ങനെ കൂപ്പിയിട്ട് ഔസപിതാനോട് വാവ് മാറ്റി തരണം എന്ന് പറഞ്ഞാൽ മതി, ഒന്നും പറയണ്ട, കാരണം അവർക്കൊന്നും പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. അങ്ങനെ കൊച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു. അതിന് ദ്വീപലിയിൽ പങ്കെടുത്തു. അതിന് അച്ഛനെ കണ്ട് ഞങ്ങൾ ഈ കൊച്ചിനെ കാര്യം പറഞ്ഞ് കയ്യൊപ്പ് മേടിച്ച് പോന്നു. മൂന്നാം ദിവസം നേരം വെളുക്കുമ്പോൾ ഈ 2 കൈയിലെ മുഴുവൻ അരിമ്പാറയും ഈശോ അപ്രത്യക്ഷമായി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് അടുത്ത ബുധനാഴ്ച നന്ദി പറയാൻ, ബലിയർപ്പിക്കാൻ അവർ വീണ്ടും കൊച്ചിനെ വിട്ടു. ഔസപിതാവിൻ്റെ മധ്യസ്ഥതയിൽ വീണ്ടും അച്ഛനോട് കാര്യം പറഞ്ഞ് കൈവപ്പ് വാങ്ങി. ഔസപിതാവിന് നമ്മൾ കൈയടിച്ചു അല്ലേ, സന്തോഷമാണ് അല്ലേ. ദൈവത്തിൻ്റെ ആ സ്നേഹം പരിപാലനം നമ്മുടെ ജീവിതത്തിൽ വിവിധ ആവശ്യങ്ങളിൽ ഇടപെടുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് ഉള്ളിൽ. പിന്നെ എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തന്നൊരു ചിന്തതാണ് ഔസപിതാവിനെ കുറിച്ചിട്ട്. നമുക്കറിയാം, യൂദയായിലെ ബെത്ലഹേമില് ആര് വന്ന് ജനിക്കേണ്ടത്? ദൈവത്തിന്റെ പുത്രൻ വന്ന് ജനിക്കേണ്ടത് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം മിക്ക പ്രവാചകന്റെ പുസ്തകം 5:2 എഴുതി വെച്ചിട്ടുണ്ട്, യൂദയായിലെ ബെത്ലഹേമിലാണ് ആര്? ദൈവത്തിന്റെ പുത്രൻ വന്ന് ജനിക്കുക. അപ്പൊ ഈ പ്രവചനം നിറവേറണം. ഇപ്പൊ ഔസപിതാവും മാതാവും എവിടെയാണ് താമസിക്കുന്നത്? ഗലീലയിലെ നസ്രത്തിൽ. അവിടെ നിന്ന് 144 കിലോമീറ്ററിൽ എവിടേക്ക്? യൂദയായിലെ ബെത്ലഹേമിലേക്ക്. പൂർണ്ണ ഗർഭിണിയാണ് ആര്? പരിശുദ്ധ അമ്മ. ഇന്നത്തെ പോലെ സൗകര്യം ഉണ്ടോ? കാറും സൗകര്യം ഉണ്ടോ? 2000 വർഷം മുമ്പ്? 100 കൊല്ലം തന്നെ ഒരു 10-60 വർഷം മുമ്പ് തന്നെ ഇവിടെ തന്നെ അവസ്ഥ വളരെ മോശമാണ് അല്ലേ, വഴികളൊക്കെ. അപ്പൊ 2000 വർഷം മുമ്പ് അവസ്ഥ എന്തായിരിക്കും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ അപ്പച്ചന്മാരെ ഭാര്യമാരെയോ അല്ലെങ്കിൽ നമ്മൾ അമ്മച്ചിമാരെ, നമ്മുടെ പെമ്മക്കള് അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പുകളൊക്കെ ഈ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ ഇത്ര ദൂരം യാത്ര ചെയ്യോ? എപ്പോൾ വേണേൽ പ്രസവിക്കാം. ചെന്ന് അപ്പനെ പ്രസവിച്ചു ഇല്ലേ?
പോവോ? ഒരാളും പോവില്ല. പക്ഷെ യൂദയാല ബെത്ലേഹേമില് ആര് ദൈവത്തിന്റെ പുത്രൻ ജനിക്കണമെന്ന് പ്രവാചകനിലൂടെ ദൈവം ചെയ്ത വചനം നിറവേറണ്ടേ? അപ്പൊ എന്ത് വേണം? ഔസപിതാവ് മാതാവിനെ കൊണ്ട് പോവോ? ഇത്ര ദൂരം? പൂർണ്ണ ഗർഭിണിയാണ്, പോവില്ല. അതിനാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തത്? ദൈവം അവിടുത്തെ ചക്രവർത്തിയുടെ മനസ്സിൽ അവരാര് താന്താങ്ങളുടെ പട്ടണത്തിൽ പേര് എഴുതി ചേർക്കാനുള്ള ചിന്ത കൊടുത്തു. അത് പറയുന്നത് വേറെ ഒന്നുമല്ല. അപ്പൊ പിന്നെ ചക്രവർത്തിയുടെ കൽപ്പനയാണ്, ഓർഡറാണ്. നടപ്പിലായില്ലെങ്കിൽ തലവെട്ടും അല്ലേ? അപ്പൊ പിന്നെ ഔസൂദനെ പോകാണ്ട് പറ്റുമോ? അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇത്ര ദൂരം പോകുന്നത്. കഴുതപ്പുറത്ത് പോണേന്ന് നമുക്കറിയാം അല്ലേ? നിങ്ങൾ ഞാൻ എൻ്റെ ചിന്ത ഇത്രയുള്ളോ? ഞാൻ ചിന്തിച്ചിത്രയാണ്. അതായത് ഇന്ന് നമുക്ക് ഇത് 2000 വർഷം മുമ്പുള്ള അവസ്ഥയാണ്. എത്ര ദുരിതപൂർണമായിരിക്കണം ആ യാത്ര. പൂർണ്ണഗർഭിണിയായ ഭാര്യയും കൊണ്ട് ഒരു ഭർത്താവിന് ഇത്ര ദൂരം യാത്ര ചെയ്യേണ്ട ഗതികേട് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. എളുപ്പമാണോ? ഔസപിതാവിൻ്റെ ഉള്ളിലെ ഉരുകല് നമുക്ക് അതറിയണമെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുക. ഇന്ന് നമ്മളുടെ ഭാര്യയോ അല്ല മകളോ ഗർഭിണിയായിരിക്കുമ്പോൾ, പൂർണ്ണ ഗർഭിണിയാവൊന്നും വേണ്ട, ഒരു 7 മാസം 8 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് എന്താവും? ഉള്ളില് കാറും എല്ലാ സൗകര്യം ഉണ്ട് വീട്ടില്, അല്ലെങ്കിൽ തൊട്ടടുത്തുണ്ട്, വണ്ടി ഉണ്ട്, ഹോസ്പിറ്റല് ചുറ്റുപാടുണ്ട്. ഇത്ര സൗകര്യം ഉണ്ടായിട്ടും നമ്മുടെ ഉള്ളില് ഉരുകാൻ തുടങ്ങില്ലേ? തുടങ്ങുവോ? ഉവാന്ന് പറയേ. പ്രൈസ് ലോർഡ്. ഉരുകൂലേ? അങ്ങനെയാണെങ്കിൽ 2000 വർഷം മുമ്പ് വണ്ടിയോ സൗകര്യമൊന്നും ഇല്ലാതെ എത്ര ദൂരം പൂർണ്ണഗർഭിണിയായ മാതാവിനെ കൊണ്ട് പോകുന്ന ഔസപിതാവിന്റെ മനസ്സ്, ഹൃദയം എന്തുമാത്രം ഉരുകിയിട്ടുണ്ടാവണം. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്? അത് എനിക്കിവിടെ ഈ സഹോദരൻ ഈ ഔസപിതാവിനെ കുറിച്ച് 2 വാക്ക് പറയുന്നത് ഇപ്പൊ ചെന്ന ചിന്തയാണ്. പരിശുദ്ധാത്മാവ് ഞെട്ടിപ്പോയി. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഈ ചിന്ത വന്ന് ലോഡ് ചെയ്തിട്ട്. പരിശുദ്ധാത്മാവ് എന്തുമാത്രം ഔസപിതാവിന്റെ ഉള്ളിൽ ഉരുകിയിട്ടുണ്ടാവണം ആ മനസ്സ്. ആദ്യ പിടിക്കും. ഇത്ര സൗകര്യം ഉണ്ടായിട്ട് പോലും നമ്മുടെ മക്കൾക്ക് ആശുപത്രിയും കാറും എല്ലാ സൗകര്യം ഉണ്ടായിട്ട് പോലും നമുക്ക് എന്താണ് 8 മാസം കഴിയുമ്പോഴേക്കും കിടന്നിട്ട് പെരുമ്പറ മുഴങ്ങാൻ തുടങ്ങും ഉള്ളില് അല്ലേ? അപ്പൊ ഔസപിതാവിന്റെ ആ ഉരുകല്, ഹൃദയ താളം ദൈവം എന്ത് ചെയ്തു? തിരുസഭയ്ക്ക് ഒരു താരാട്ട് പാട്ടാക്കി മാറ്റി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്കാർക്കുള്ള 2-ാം ലേഖനം, കൊരിന്ത്യർ പൗലോസ്ലീഹ എഴുതിയ 2-ാം ലേഖനത്തില് 1-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള തിരുവചനത്തില് മനോഹരമായിട്ട് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ഞങ്ങളുടെ കഷ്ടാനുഭവങ്ങളിൽ ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച സമാശ്വാസമാണ് ഞങ്ങളുടെ അരികിലേക്ക് ഹൃദയവേദനയുമായി വരുന്നവർക്ക് ഞങ്ങൾ ബ്ലെസ്സിങ്ങും ഹീലിംഗുമായി കൊടുക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആലോചിക്കുക നിങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ഈശോ പറയുന്ന 4:38 പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ്: നിങ്ങളല്ല അധ്വാനിച്ചത്, മറ്റുള്ളവരാണ് അധ്വാനിച്ചത്. അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ആരധ്വാനിച്ചത്? നമ്മളല്ല, മറ്റുള്ളവരാണ്. 2000 വർഷം മുമ്പ് ഈശോ പറയാണ് യോഹന്നാൻ 4:38. അതിൽ ഒരുപാട് പിടിച്ചു കുലുക്കിയൊരു തിരുവചന ഭാഗമാണ്. മറ്റുള്ളവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. നമുക്കറിയാല്ലേ, ഡെസർട്ട് ഫാദേഴ്സ്, മരുഭൂമിയിലെ പിതാക്കന്മാര് തുടങ്ങി നമുക്ക് പത്രോസ്ലീഹ എടുത്ത നമ്മുടെ തോമാസ്ലീഹ വരെ അല്ലേ, ഒരുപാട് പിതാക്കന്മാർ അന്നത്തെ കാലത്ത് മരുഭൂമികളിലും ഗുഹകളിലും നമ്മളെ പോലെ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ്. എല്ലാം ക്രിസ്തുവിനെ പ്രതി വേണ്ടെന്ന് വെച്ച് എന്ത് ചെയ്യാണ് അവര്? പ്രാർത്ഥനയും പരിത്യാഗവുമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മരുഭൂമിയിലൊക്കെയാണ് എല്ലാ മോഹങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട്. അങ്ങനെയാണ് അവർക്ക് എന്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത്? ഇന്നത്തെ നമ്മളുടെ പ്രാർത്ഥനകളും നമ്മളിപ്പോ ഒന്ന് ചൊല്ലുന്ന പ്രാർത്ഥനകളും ഇതിലൊക്കെ പിന്നിൽ ആരുടെ ത്യാഗമാണ്? അവരെ സമർപ്പണത്തിന്റെ, ആ ത്യാഗത്തിന്റെ വിലയാണ്. പ്രൈസ് ലോർഡ്. ശരിയല്ലേ പ്രിയമുള്ളവരെ? അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുക, നമ്മുടെ കൂട്ടായ്മ, തിരുസഭ, രക്തസാക്ഷികള്, വിശുദ്ധര്, നമ്മുടെ പ്രിയപ്പെട്ട അഭിഷിക്തര്, സിസ്റ്റേഴ്സ്, ഇവർക്കൊക്കെ നമ്മളെ പോലെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ആഗ്രഹമൊക്കെ ഇല്ലേ? ഉണ്ട്. ഞാൻ ഇതിന് പറയണെന്നറിയോ? ഔസപിതാവിന്റെ ത്യാഗത്തെ കുറിച്ച് പറഞ്ഞത് നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങള്, ഈശോയുടെ കുരിശുബലിയും ആ പീഡാസഹനം അല്ലേ, അതിൻ്റെയൊക്കെ യോഗ്യത ഈ വിശുദ്ധ രക്തസാക്ഷികളുടെ ഒക്കെ ഇവരൊക്കെ സമർപ്പണ ജീവിതത്തിന്റെ ത്യാഗത്തിന്റെ ഫലമാണ്. ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞേട്ടാ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോ നമുക്കറിയാം നമ്മുടെ പിതാക്കന്മാര്, ഇപ്പൊ നമ്മുടെ പിതാക്കന്മാരായാലും വൈദികരായാലും സിസ്റ്റേഴ്സ് ആയാലും ഇവരൊക്കെ എന്താണ്? ഒരു ജീവിതം അങ്ങനെ തന്നെ ക്രിസ്തുവിനായി ഒഴുക്കിക്കളഞ്ഞവരാണ് അല്ലേ? അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രാർത്ഥനയും ഫലമല്ലേ നമ്മുടെ ജീവിതം?
അല്ല, ശരിയല്ലേ? അപ്പൊ നമ്മള് ഒരു കാര്യം തിരിച്ചറിയുക. അപ്പം മറ്റുള്ള നമ്മൾ കൊറിന്തോസ് ലേഖനത്തിൽ നമ്മൾ 2-ാം ലേഖനത്തിൽ കണ്ടു പൗലോസ് പറഞ്ഞത് അല്ലേ, 1-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ ഞങ്ങളുടെ കഷ്ടാനുഭവങ്ങളിൽ ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച സമാശ്വാസമാണ് ഞങ്ങളുടെ അരികിലേക്ക് ഹൃദയഭാരവുമായി മനസ്സിന്റെ വേദനയുമായി വിവിധാവശ്യമായി വരുന്നവർക്ക് എന്ത് കൊടുക്കുന്നത്? സൗഖ്യമായിട്ട് കൊടുക്കുന്നത്, ആശ്വാസമായിട്ട്. ശരിയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ അനുഭവമില്ലേ? ഇപ്പൊ കടബാധ്യതയുള്ള ഒരു വ്യക്തി, ഞാൻ സിമ്പിള് ഒരു ഇത് പറയണ്ട, ഒരു സംഭവം കൂടി പറയാം. ഞാൻ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് കൊറോണയുടെ സമയമാണ്. കൊറോണയുടെ സമയത്ത് ഭയങ്കര ക്ഷീണമുണ്ട്, എനിക്ക് ഷുഗർ ഉണ്ട് നന്നായിട്ട്, ജോലി തെങ്ങുകയറ്റാണ്. അപ്പം അങ്ങനെ 400 ചില്ലറ ഷുഗർ. അപ്പോൾ അന്ന് ഷാജൻ തെരമടച്ചൻ, ഒപ്പം പിന്നെ ജോൺ അച്ഛൻ ഉണ്ടായിരുന്നു, പിന്നെ സജീവ് ഇമ്മട്ടി അച്ഛൻ. അപ്പം ഞങ്ങൾ കൊറോണയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് കൂടും കൊറോണ സമയത്ത്. അപ്പോൾ ഈ ഷുഗറുള്ള ആളുകളാണ് വേഗം ഈശോയുടെ സന്നിധിയിലേക്ക് പോകുന്നത്. അറിയാലോ, നമുക്ക് അനുഭവം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അച്ഛന് 375 ആർക്ക്? ജോണച്ചന് ഷുഗർ. അച്ഛന് 10-70 വയസ്സായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ഇരുന്ന് തമാശക്ക് പറഞ്ഞേ, അച്ഛാ എനിക്കാണ് ചാൻസ് കൂടുതൽ, എനിക്ക് 475 അച്ഛന് 300 ഉള്ളോ? തമാശക്ക് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞപ്പോ, നിനക്ക് ഇനിയും സമയമായിട്ടില്ല, ഞാനൊക്കെ സമയമായി, ഞാൻ പൊക്കോളാം. 3 ആഴ്ച കഴിഞ്ഞപ്പോ അച്ഛൻ പോയി ഈശോടെ ഇരുത്തിക്കിട്ട. പ്രൈസ് ലോർഡ്. അതേപോലെ ധ്യാനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താ സജീവച്ചന് ഫോൺ വരണേ, വിഷൻ ഹോസ്പിറ്റലിൽ. കണ്ണീന്ന് വെള്ളം വന്നു. അപ്പൊ ഞാനായിരിക്കും അച്ഛൻ്റെയൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്കുണ്ട്, എല്ലാവരുടെയും ഉണ്ട് അല്ലേ. ഏറ്റവും അമൂല്യം വിലമതിക്കാൻ പറ്റാത്തതാണ് എന്ത്? മധ്യസ്ഥ പ്രാർത്ഥന, വിശുദ്ധ കുർബാനയൊക്കെ. അപ്പൊ ഞാൻ ഇന്ന് മനസ്സിൽ ഇങ്ങനെ ഇവിടെ എന്താ പറയാന്നൊക്കെ ചിന്തിച്ചപ്പോ ഈശോ അനവധി ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് തന്നു. അതിൽ ഞാൻ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നയിക്കുന്ന പോലെ പോട്ടെന്ന് വെച്ചു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഈശോയുടെ പിടാസഹനം അല്ലേ. അത് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് അതിനെ കുറിച്ചിട്ട്? അപ്പൊ അതിൻ്റെയൊക്കെ നമ്മുടെ പിതാക്കന്മാരുടെ എത്താഴ്ചയിലും വിശുദ്ധരൊക്കെ നമ്മുടെ വൈദിക നിശ്ചയ സമർപ്പണ ജീവിതത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഗ്രഹങ്ങൾ ഈശോ വർഷിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്തായാലും മാതാവിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം, അല്ലെ മോശമല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊരു നന്മ പറയുമ്പോൾ ചെല്ലിയാലോ? നന്മ പറയുമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മാതാവിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അല്ലേ? കയ്യിലെ ജമാല കൊന്തിരിക്കല്ല പറയില്ല. എൻ്റെ ഏറ്റവും മനസ്സിൽ വല്ലാതെ ഉലച്ച് കളഞ്ഞ ഭാഗം, അതായത് നമ്മൾ ആലോചിക്കുക, ഈ ലോകത്തിലെ ഏറ്റവും പ്രിവിലേജ് ഉള്ള സ്ത്രീ ആരാണ്? ഈ ലോകത്തിലെ ഏറ്റവും പ്രിവിലേജ് ഉള്ള സ്ത്രീ ആരാണ്? പരിശുദ്ധ അമ്മയല്ലേ? അല്ലേ? എന്തുകൊണ്ടാണത്? ഈ ആകാശഭൂമി സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ച ആർക്കാണ്? ഇനി മറ്റൊരാൾക്ക് ഭാഗ്യം കിട്ടുമോ? കിട്ടില്ല. ശരിയല്ലേ? അതുകൊണ്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രിവിലേജുള്ള സ്ത്രീ ആരാണെന്ന് പരിശുദ്ധ അമ്മയാന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം എന്താണ്? സ്ത്രീയെ സംബന്ധിച്ച ലോകത്തിലെ ഏറ്റവും വലിയ വേദന മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് പ്രസവവേദന അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ പ്രസവിക്കാൻ നല്ലൊരു സാഹചര്യം ഒരുങ്ങുക എന്നുള്ളത് ഏറ്റവും വലിയ നീഡല്ലേ? ഏറ്റവും വലിയ ആവശ്യമല്ലേ? അല്ലെ? ഏതോ ഒരു അമ്മേരെയും ഉള്ളിലത്തെ ഒരു ആഗ്രഹമല്ലേ നല്ലൊരു സാഹചര്യം ഒരുങ്ങുക എന്ന് പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ഈ ലോകത്തില് ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് സത്രത്തിൽ പോലും എന്ത് കിട്ടിയില്ല? സ്ഥലം കിട്ടിയ? ഇല്ല. ഒരു കൽത്തുറുങ്കലാണ് പ്രസവിക്കുന്നത്. അവിടെ നിന്ന് എടുത്തിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? പുൽത്തൊട്ടില് കൊണ്ട് കിടത്തുന്നത്. പുറത്ത് ആര് കാവലാണ്? കൽത്തുറുങ്കന്റെ ഔസുപിതാവ്. അപ്പോ ഈ ലോകത്തിലെ ഏറ്റവും പ്രിവിലേജുള്ള സ്ത്രീയായ പരിശുദ്ധ അമ്മയ്ക്ക് പോലും, ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വെച്ച പരിശുദ്ധ അമ്മയ്ക്ക് പോലും ദൈവം പ്രസവിക്കാൻ നല്ലൊരു സാഹചര്യം ഒരുക്കി കൊടുത്തില്ല. ആ പരാധീനതകളിൽ, ആ സഹനങ്ങളിൽ, ആ ഞെരുക്കങ്ങളിൽ എന്ത് ചെയ്തു?
ഔസപിതാവും പരിശുദ്ധമ്മയും ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞു. പരാതിയും പരിഭവമില്ലാതെ നന്ദിയോടെ ദൈവത്തെ ഹൃദയത്തിൽ വാഴ്ത്തിപ്പാടി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോ ഞെരുക്കങ്ങളിൽ, പരാധീനതകളിൽ, സഹനങ്ങളിൽ ദൈവസ്നേഹത്തെ തിരിച്ചറിയുന്നതാണ് എന്ത്? സുവിശേഷം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറയോ ഹല്ലേലൂയ എന്ന്? ഹല്ലേലൂയ. പവറുള്ളവരാണ്. അപ്പൊ സഹനങ്ങളിൽ ദൈവസ്നേഹത്തെ തിരിച്ചറിയുന്നതാണ് എന്ത്? സുവിശേഷം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനിപ്പോ കുറച്ച് നാൾ മുമ്പ് ഉണ്ടായൊരു സംഭവമാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലത്തെ ഒരു സഹോദരി ടീച്ചറാണ്. അപ്പൊ ആള് പറഞ്ഞു ഒരു സഹോദരിക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവരുടെ പേര് പറയാത്തത് ഞാൻ ചോദിച്ചിട്ടില്ല, പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ പറയാൻ പറഞ്ഞൊരു സംഭവം ആയതുകൊണ്ടാണ്. ചാലക്കുടിയാണ് വീട്, അത്ര പറയാം. അപ്പോ സഹോദരി കേട്ടോട്ടോ എന്നിട്ടാ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ സഹോദരി കണ്ടു, സംസാരിച്ചു. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം പറയുന്നതിന് മുമ്പ് ഈ സഹോദരി എൻ്റെ മുമ്പിൽ പൊട്ടി പൊട്ടി കരഞ്ഞു. ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുമോ? പ്രിയമുള്ളവരെ? എത്ര കഠിന ഹൃദയരായാലും നമ്മൾ അറിയാതെ കരഞ്ഞു പോവും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഈ സഹോദരി പറഞ്ഞ കാര്യം ഇതാണ്. വീട് ജപ്തിയിലാണ് നിൽക്കുന്നത്. വീട് ജപ്തിയില്. 20 വയസ്സാണ് മകൾക്ക്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മകളാണ്. ഒരു മകനുണ്ട്, പഠിക്കുകയാണ്. അച്ഛനേതോ കൂലിപ്പണിക്ക് പോകുന്നു. അപ്പൊ വീട് ജപ്തി. അപ്പൊ ഒരു ഗൾഫുകാരൻ പയ്യൻ കാണാൻ വന്നു. ഈ മകളെ ഇഷ്ടപ്പെട്ടു. അവര് കല്യാണം ഉറപ്പിച്ചു. നല്ലൊരു കേസായ കാരണം ഇവര് ജപ്തിയുടെ കേസ് നോക്കിയില്ല. ഒരു രൂപയില്ലാട്ട് ആ കുടുംബത്തിലെടുക്കാൻ. ആത്മഹത്യയുടെ പക്കത്താണ് ആ കുടുംബം. 2 മാസം സമയമുള്ള കല്യാണം കഴിഞ്ഞ് ചെക്കന് പോകണം. ചെക്കന്റെ വീട്ടുകാർക്ക് അറിയോ ഇവരവസ്ഥ? നമ്മൾ പലപ്പോഴും പല അമ്മമാരും ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുക്കും അല്ലേ? ഈശോയിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? തീരുമാനം എടുക്കുകയാണ്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, ഇവർക്ക് ഒരു സാമ്പത്തികമായിട്ട് ഒരു കുറവും തുറക്കുന്നില്ല. ഒന്ന് വീട് ജപ്തി, 2 മകളുടെ വിവാഹത്തിന് 20 വർഷമായി വീട് പെയിന്റ് അടിച്ചിട്ട്. ഇത് പറഞ്ഞിട്ട് ഏന്തി കരയണം ഈ പെങ്ങള്. ആകെ സങ്കടമായി പറയും. ഇപ്പൊ കരച്ചിൽ വരികയാണ്, കാരണം നമ്മളന്ന് കരഞ്ഞേ സാധനം. ഇപ്പൊ പെട്ടെന്ന് ഞാൻ ആകെ കുറച്ചു നേരത്തേക്ക് ഒന്ന് മൗനമായി പോയി. ഞാൻ പറഞ്ഞു, നിങ്ങള് ചാലക്കുടിയാണുള്ള വീട്, ധ്യാനം കൂടിയിട്ട് എത്ര കാലമായെന്ന് ചോദിച്ചു. അപ്പൊ അവര് ധ്യാനം എന്ന് പറഞ്ഞതൊന്നും അടുത്ത കാലത്തൊന്നും അവരെ ഓർമ്മയിലില്ല. ഒന്നും നോക്കണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. മനസ്സിലായ? ഡിവൈനിൽ ധ്യാനത്തിൽ കയറിക്കോ, ഈ സൺഡേ തന്നെ കയറിക്കോ. അവിടെ നമ്മൾ സമ്പൂർണമായ ശരിയായ മനസ്താപത്തോടെ നല്ലൊരു കുമ്പസാരം നടത്തുക. ഞാനോട് പറഞ്ഞു, ധ്യാന കേന്ദ്രത്തിൽ അനുഗ്രഹങ്ങൾ ഇതൊക്കെ പറയും, അതൊക്കെ ദൈവം തരും. പക്ഷെ നിങ്ങൾ നമ്മുടെ ആത്മവിശദീകരണമാണ് ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത്. ഉലഞ്ഞുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ പറഞ്ഞു. അയലക്കാർ തമ്മിൽ, വീട്ടുകാര്, സഹോദരർ തമ്മിൽ, എവിടേക്കാണോ ആരോടാണോ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പും ഉദ്ദേശം, നീരസം, പിണക്കം, അസൂയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വരും അല്ലേ? പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം. നന്നായി സംസാരിച്ച് ഒരുക്കി വിട്ടു, നന്നായിട്ട് കുമ്പസാരിക്കാൻ പറഞ്ഞു, കുടുംബടക്കം കയറിക്കോളാൻ പറഞ്ഞു. അവരാവശ്യം നിസ്സാരമല്ല, ആത്മഹത്യയാണ് മുമ്പിൽ. വീട് ജപ്തി, 20 വർഷമായിട്ട് വീട് പെയിന്റ് ചെയ്തിട്ടില്ല, മകളുടെ കല്യാണം വാക്കു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇവര് ദൈവം പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായി. ആ സൺഡേ തന്നെ ധ്യാനത്തിന് പോയി. ധ്യാനം കഴിഞ്ഞ് വെള്ളിയാഴ്ച ഇവര് തിരിച്ചു വന്നു. വെള്ളി കാലത്ത് വീട്ടിൽ വന്ന ഈ ചേച്ചി, അപ്പോൾ സ്കൂട്ടി പോലത്തെ ഒരു വണ്ടി ഉണ്ട്, ഈ സഹോദരി ആ വണ്ടി എടുത്തിട്ട് ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും 25 പേരുടെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു, മാപ്പ് ചോദിച്ചു. പ്രൈസ് ലോർഡ്. ഞാൻ അത് കേട്ട് ഞെട്ടിപ്പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി, ശരിയായ മനസ്താപത്തോടെ ഒരു ധ്യാനത്തിൽ നല്ല കുമ്പസാരം നടന്നിട്ടുണ്ടെങ്കിൽ കൃപ അവിടെ വർഷിക്കും. അവർ എളിമയുടെ തലത്തിലേക്ക്, ആ വിനയത്തിന്റെ തലത്തിലേക്ക് ആ മനുഷ്യ എത്തിയിരിക്കും. പ്രൈസ് ലോർഡ്. അപ്പൊ 25 പേരുടെ കാല് പിടിച്ച് കേട്ടപ്പോൾ എനിക്ക് അത് ശരിയായുള്ള നല്ല ധ്യാനമായിരുന്നു. ഇവര് നന്നായി ഒരുങ്ങി അനുദപിച്ച് കുമ്പസാരം നടന്നു എന്ന് മനസ്സിലായി. തിങ്കളാഴ്ചയായി, ഇനി സമയമില്ല, ഇനി 1.5 മാസം ഉള്ളോ വീട് പെയിന്റ് ചെയ്യാൻ. ജപ്തിയുടെ ഭീഷണി നിൽക്കുന്നു, കല്യാണത്തിന് 1 രൂപ ഇല്ല. അപ്പൊ ഞങ്ങളുടെ ടീമുകളോടൊക്കെ പറഞ്ഞു ഇന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ ടീമുകൾ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം ശമ്പളം ആൾക്കാർ വരുന്നുണ്ട് കേരളത്തില്. പക്ഷെ ഓരോ മാസം കഴിയുമ്പോൾ ചായ കുടിക്കാൻ ഒന്നും ഉണ്ടാവില്ല കയ്യിൽ. മനസ്സിലായി നിങ്ങൾക്ക്? അത്ര ചാരിറ്റിയാണ്, നന്മ പ്രവർത്തിക്കുക. അപ്പൊ അവരെണ്ണത്തിന്റെ കയ്യിൽ പൈസ ഇല്ല ആ സമയത്ത്. എന്നാലും നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം ഇടപെടും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആദ്യമാണ്, കാരണം നമ്മൾ സ്വന്തം മകളെ പോലും മക്കളെ പോലെ അല്ലേ
അല്ലെ? സ്വന്തം നമ്മുടെ കുടുംബത്തിലുണ്ടാവുന്ന ഒരു വിഷയം പോലെയാണ് മറ്റുള്ളവർക്ക് നമ്മൾ ഹൃദയഭാരത്തോടെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയല്ലേ പ്രാർത്ഥിക്കാറ്? നിങ്ങളിപ്പോ സാമ്പത്തിക പ്രതിസന്ധി നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ ഹൃദയം നുറുങ്ങി നിങ്ങളുടെ അതേ അവസ്ഥയിൽ സമാനമാവശ്യത്തോടെ കടന്നവർക്ക് പ്രാർത്ഥിച്ചു നോക്കിയ അത്ഭുതം കാണാം. 100% യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഈ സഹോദരി ഞാനാകെ മനസ്സിൽ അസ്വസ്ഥമായി, ഉറവ തുറന്നിട്ടില്ല. അപ്പൊ ഈ സഹോദരി വീണ്ടും വിളിച്ചു, ബ്രദറെ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു കാര്യം ചോദിച്ചാൽ വിഷമാവോ ചോദിച്ചു. ഇല്ലേ, പറഞ്ഞോളാൻ പറഞ്ഞു. കാരണം നമ്മൾക്ക് ഒരുപാട് അനുഭവം ഉണ്ട്, വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലും അനുജീവിതത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആരെങ്കിലും ക്ഷമ ചോദിക്കാൻ വിട്ടുപോയിട്ടോ ചോദിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർ സത്യം പറയാൻ പറഞ്ഞു. ഞാൻ ദൈവസന്നിധിയില് എന്നോട് പറയാനിരിക്കോ, ഇത് തമാശകളില്ല, ജീവിതം വെച്ചുള്ള കളിയാണ് അവരുടെ. ബ്രദറെ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു. ആരാൻ ചോദിച്ചു. തൊട്ടയിലേക്കാരി ഒരു ഹിന്ദു ചേച്ചിയാണ്. തൊട്ടയിലൊക്കെ ഒരേതാ ഭയങ്കര ചങ്ക് കൂട്ടുകാരായിരുന്നു. 5 വർഷമായി മിണ്ടിയിട്ട്. 10 കിലോമീറ്റർ അപ്പുറത്തല്ലേട്ടാ, തൊട്ടയിലേക്കാരി സുഹൃത്തുക്കളായിരുന്നു. എന്തോ റീസൺ കൊണ്ട് ഇവര് തമ്മിൽ ശത്രുത വന്നു. അപ്പൊ ഒന്നും നോക്കണ്ട, നമുക്ക് നമ്മുടെ ഈഗോയെ ക്രൂശിക്കാൻ അത്ര എളുപ്പമല്ല അല്ലേ? എവറസ്റ്റ് കൊടുപൊടി വേണമെങ്കിൽ കയറും നമ്മള്. തെങ്ങ് കയറാനും സുഖ, സേഫ്റ്റി ടാങ്ക് ക്ലീനിങ് വരെ പോയിന്റ് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒന്ന് എളിമപ്പെട്ട് ക്ഷമ ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈഗോനെ ക്രൂശിക്കാൻ എളുപ്പമാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചിയെ അറിയാം, ചേച്ചിയുടെ അവസ്ഥ അറിയാം. നമ്മളും ഇതുപോലെ ക്ഷമ ചോദിക്കൽ കാലപ്പെട്ട് ദൈവസ്നേഹം അനുഭവിച്ചപ്പോ ക്ഷമ ചോദിക്കാൻ പോകുമ്പോൾ നമുക്കറിയാൻ സാധനം ഒരു പാമ്പ് ഇതിങ്ങനെ നിൽക്കൂടെ, താഴാൻ പറ്റണ്ടേ? പ്രൈസ് ലോർഡ്. അപ്പോ ഞാൻ പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് കുമ്പസാരിക്കുക, ഇടവപ്പള്ളിയിൽ കുമ്പസാരിക്കുക, അച്ഛൻ്റെ കയ്യൊപ്പ് മേടിച്ചോ, നേരെ മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കുക, ചേച്ചിയുടെ സഹോദരിയെ കാല് പിടിച്ച് മാപ്പി ചോദിക്കാൻ പറഞ്ഞു. ഉള്ളിൽ വെറുപ്പുണ്ടായിരുന്നു പറഞ്ഞു, ക്ഷമിക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഈ സഹോദരി വീണ്ടും കുമ്പസാരിച്ച് ഒരുങ്ങി ചെന്ന് കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു. 2 പേരും പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് വലിയ സീനാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ സമയത്ത് ഈ സംഭവം നടക്കുമ്പോ പിറ്റേ ദിവസം കാലത്ത് ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കൂട്ടായ്മ. അവരൊരു 10 മണി 11 മണിക്ക് ചെറുപ്പക്കാരാണ്. ഭൂരിഭാഗം മയക്കുമരുന്നും ഈ കഞ്ചാവൊക്കെ അടിക്കുന്ന ടീമോളാ. പ്രൈസ് ലോർഡ്. അവരൊപ്പം നടന്ന് വേണം അവരെ ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ നയിക്കാൻ, അല്ലേ? അപ്പൊ അവര് 10 മണിക്ക് ശേഷം എത്തുള്ളൂ, 1 മണിക്ക് ആയിട്ട് പോവാ. അപ്പൊ അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. നമുക്ക് അംഗീകരിച്ചാൽ അടുത്ത് വരും, കുറ്റപ്പെടുത്തിയാൽ എന്ത് ചെയ്യും? അകന്നു പോകും. അത് ബേസിക് പ്രിൻസിപ്പിളാട്ടാ. ദൈവം സ്നേഹമാണ്. അങ്ങനെ അതിലൊരുത്തൻ അവ ഇതിന്നൊക്കെ മോചനം കിട്ടിയുള്ള വ്യക്തിയാണ്. അതിലൊരുത്തൻ 10 മണിക്ക് ശേഷം എന്നും പേരുള്ളൂ, വർഷങ്ങളായിട്ട്. അന്ന് പതിവില്ലാണ്ട് കാലത്ത് വന്നിരിക്കുകയാണ്. കാലത്ത് ഇത് വരാത്ത ഒരുത്തൻ കാലത്ത് വന്നിട്ട് അവൻ ചായ കുടിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ദൈവികമായ കുറെ കാലം ഷെയർ ചെയ്യുന്നു. ഉച്ചയായിട്ടും ആള് പോകുന്നില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നീ എന്താ പതിവില്ലാണ്ട് കാലത്ത് വന്നേ? വൈകുന്നേരമല്ലേ വരാറ്? ഉച്ച കഴിഞ്ഞു, ഊണ് കഴിച്ചു. ഞാൻ ഊണ് കഴിച്ചിട്ട് മുമ്പ് വിചാരിച്ചു, പോയില്ല. വീണ്ടും ഞങ്ങൾ 3 മണി വരെ വർത്താനം പറഞ്ഞിരുന്നു. ഉച്ച കഴിഞ്ഞ് ചായ കുടിക്കാൻ വന്നു, വീണ്ടും ആള് വന്നു, വീണ്ടും പോകുന്നില്ല. അപ്പൊ നമ്മളാകെ എനിക്കാണെങ്കിൽ വേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ഒരു 4 മണി ആയിപ്പോ ഇവൻ പറയാണ് ഉച്ച കഴിഞ്ഞ്, അതേ ചേട്ടാ, എൻ്റെ വിവാഹം നടക്കുകയാണെങ്കിൽ അവനിപ്പോ 32 വയസ്സായി. ഞാൻ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കാന്ന് ഈശോയോട് പറഞ്ഞിട്ടുണ്ടെന്ന്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇത്ര നാള് വന്നിട്ട് ഈ കാര്യവും പറഞ്ഞിട്ടില്ല നമ്മളോട്. അനവധി കാര്യം ഷെയർ ചെയ്യുന്നതില് ഇങ്ങനൊരു സംഭവം പറഞ്ഞിട്ടില്ല. എപ്പോഴാ പറഞ്ഞേ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എപ്പോഴാ പറഞ്ഞവൻ? അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയപ്പോഴാ? ആ സഹോദരി കുമ്പസാരിച്ച് അയലക്കാരിയായിട്ട് കാല് പിടിച്ച് ക്ഷമ ചോദിച്ച് അവർ സ്നേഹത്തിലായിപ്പോ ആണ്. ഉലഞ്ഞു പോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുമ്പോ ദൈവത്തിന്റെ ബ്ലെസ്സിങ് അവിടെ താനേ വരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലായ? അപ്പൊ ഞാൻ ചോദിച്ചു, ഇടുത്ത വഴിക്ക് എന്റെ ചിന്ത അങ്ങനെ പോകണില്ലല്ലോ. ഇവൻ ആദ്യമായിട്ടാണ് ഈ സംഭവം വെളിപ്പെടുത്തണേ. 100,000 കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന വ്യക്തി ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട്ടുകാരും ഇവര് ഒരുമിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. വലിയ ടീമോളാണ്. അപ്പൊ ഞാൻ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കേസ് ഉണ്ടാന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ അവരുടെ ഫോൺ നമ്പറും അക്കൗണ്ട് നമ്പറും കൊടുത്തു. വലിയൊരു തുക ഇവൻ അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം ഈ ചേട്ടനും ചേച്ചിയും കണ്ണീരോടെ നന്ദി പറഞ്ഞു വിളിക്കാം. നമ്മുടെ ദൈവത്തിന് നന്ദി പറഞ്ഞോ. നിങ്ങള് ദൈവത്തെ അനുസരിച്ച് നല്ല കുമ്പസാരം നടത്തിയപ്പോഴാണ് ഇത് സംഭവിച്ചേ. ഇവിടെ ദൈവം അനുഗ്രഹം ഭക്ഷിച്ചത്. സ്ഥാനം ദൈവത്തോട് നന്ദി പറയാൻ പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞു, ഇനി എന്തെങ്കിലും അവരോട് പറഞ്ഞു,
ഇനി പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട, അത്ര വലിയ ടീമാണ്, തരാന്ന്. പ്രൈസ് ലോർഡ്. എന്ത് സംഭവിച്ചു പ്രിയമുള്ളവരെ? അപ്പൊ ഈ ഇവിടെ വിവാഹം മനോഹരമായി നടന്നു. ജപ്തിക്കുള്ള കാശ് പോലും അനവധി ആളുകളിൽ നിന്ന് ദൈവത്തിന്റെ ഫേവർ, ആ സഹായം ഇവർക്ക് കിട്ടി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞു, ഒരു കൊച്ചായി പോലെ നല്ലൊരു ആൺകുട്ടീനെ കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മള് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന അല്ലേ നമ്മള് ദിവസത്ര പ്രാവശ്യം ചെല്ലുന്ന കൊന്തയിലും കുടുംബപ്രാർത്ഥനയിലും ഒക്കെ ആയിട്ട് അതിൽ അന്നു വേണ്ട ആഹാരം. അവിടെ എന്താ പറയുന്നത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ അല്ലേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ ഭാഗം ഒന്ന് നമുക്ക് ഏറ്റു പറയല്ലേ, എന്നും ചൊല്ലുന്ന കുഴപ്പമില്ല. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പ്രിയമുള്ളവരെ, ദൈവാനുഗ്രഹത്തിന്റെ കീ, താക്കോല് ആരെ കയ്യിൽ തന്നിരിക്കണേ? നിങ്ങൾ പറയും, ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയില് ദൈവാനുഗ്രഹത്തിന്റെ താക്കോല്, ആ കീ ആരെ കയ്യിലാ? നമ്മുടെ കൈവളല് വെച്ച് തന്നിരിക്കുകയാണ് അല്ലേ? നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഈശോ മനോഹരമായ ലോക്കിട്ട് നിൽക്കുക. ദൈവാനുഗ്രഹത്തിന്റെ കീപ്പ് ആരെ കയ്യിലിരിക്കണേ? വെളിപാട് പുസ്തകത്തിൽ 3:20 കാണാം. ഞാൻ വാതിൽ വന്ന് മുട്ടാത്ര, ആരെങ്കിലും തുറന്നു തന്നാ പ്രവേശിക്കുന്നത്. അപ്പൊ ഉള്ളിൽ നിന്ന് ആരാ കുറ്റിട്ടാണ്? നമ്മളല്ലേ? പ്രൈസ് ലോർഡ്. അപ്പൊ ദൈവാനുഗ്രഹത്തിന്റെ കീ, താക്കോല്, നമ്മുടെ ആ ബ്ലെസ്സിങ്ങിന്റെ താക്കോല് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ കൈവളല് ഈശോ വെച്ചിരിക്കുകയാണ്. അതാണ് അവിടെ ആ കുടുംബത്ത് സംഭവിച്ചത്. പ്രിയമുള്ളവരെ, യോഹന്നാൻ സുവിശേഷം 4:16 നിങ്ങൾക്കൊക്കെ ഒരുപാട് കേട്ടുപരിചയമുള്ള ഭാഗമാണ്. അതിലെന്താണ്? മനോഹരമായിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ ഉച്ചനേരത്ത് വെള്ളം കോരാൻ വരാണ്. സമരക്കാരുടെ ഉപമ അല്ലേ, കേട്ടിട്ടില്ലേ എല്ലാവരും? അവിടെ എന്താണ്? ഉച്ചനേരത്ത് ഞാൻ മിഡിൽ ഈസ്റ്റ് ഉണ്ടായിരുന്നതാണ്, ഗൾഫിൽ. നല്ല ചൂടാണ്. എനിക്കിത് അനുഭവം ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഫോർമാൻ പറഞ്ഞു, ഈ സമയത്ത് പോണ്ട, കറുത്തകൊടി പൊന്തിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മൾ വാശി പിടിച്ച് എന്ത് ചെയ്തു? ഒരു 50 മീറ്റർ നടക്കണ്ടോ, 50 മീറ്റർ നടന്നപ്പോഴേക്കും നിർജ്ജീകരണം വന്ന് കുഴഞ്ഞു വീണു. പ്രൈസ് ലോർഡ്. അപ്പൊ ഈ സാധനം എനിക്ക്, ഈ മകള് ഉച്ചനേരത്തെ അവിടെ വെള്ളം കോരാൻ വരണമെങ്കിൽ എന്ത് ചെയ്യാണ്? പൊതുജനത്തെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ സമയം, ആരും വരാത്ത ആ സമയം തെരഞ്ഞെടുത്തത്. അവിടെയാണ് ഇവിടെയും കാത്ത് ആരിയിരിക്കണേ? ഈശോ വെയിറ്റ് ചെയ്യുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമ്മൾ കാര്യം ആലോചിക്കുക. ആ മകൾക്ക് ദൈവശാസ്ത്രം അറിയോ? സമരികാരി സ്ത്രീക്ക് 2000 വർഷം മുമ്പ് അത്യാവശ്യം അറിയാവുള്ള ഡയലോഗ് എന്ന് നമുക്കറിയാം. ആരാനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് ആവശ്യം എന്താണ്? വെള്ളമാണ് അല്ലേ? അപ്പോ നീ യഹൂദനല്ലേ, ഞങ്ങളുടെ നിന്ന് വെള്ളം കുടിക്കാൻ പാടുണ്ടോ എന്നുള്ള ഐറ്റത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈശോ പറയുന്ന മറുപടി എന്താണ്? ഓർമ്മയില്ല ആർക്കെങ്കിലും? ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞപ്പോ ആ മകള് അക്ഷരാർത്ഥത്തിൽ പാവം, നിഷ്കളങ്കമായ മനസ്സോടെ അവളത് എന്താ വിചാരിച്ച, ഇനിയിപ്പോ നാളെ തൊട്ട് വെള്ളം കോരാൻ വരണ്ടല്ലോ. അങ്ങനെയല്ലേ? നിഷ്കളങ്കമായിട്ടാണ്. അതിന് കാമ്പണ്ടിന്റെ ഉള്ളിൽ എന്നാ വെള്ളം തന്നെ നോക്കിയാ. 2000 വർഷം മുമ്പ് ഈശോയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താനെ? വെള്ളം കൊടുക്കില്ലേ? അപ്പൊ അതിന് ഉച്ച നേരത്തെ ഇനി വെള്ളം കോരാൻ പറ്റാ വിടില്ലേ? അതന്നെ കരുണ. പക്ഷെ ഈശോ അവിടെ മറുചോദ്യം ചോദിച്ചേ. എന്താ ചോദിച്ചെന്നറിയോ? വെള്ളം കൊടുക്കുന്നതിന് പകരം മറുചോദ്യം ചോദിച്ചു. വെള്ളം ചോദിച്ച വെള്ളം കൊടുത്താൽ മതി, അത് പൊക്കോളും, പാവം, ആ മോള് പൊക്കോളും. ഇതായിക്കില്ലല്ലോ. ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? യോഹന്നാൻ 4:16 വേർ ഈസ് യുവർ ഹസ്ബൻഡ്? വേർ ഈസ് യുവർ ഹസ്ബൻഡ്? എവിടെയാണ് നിന്റെ ഭർത്താവ്? വേർ ഈസ് യുവർ വൈഫ്? എവിടെയാണ് നിന്റെ ഭാര്യ? വേർ ഈസ് യുവർ ഫാദർ, മദർ? ഈ കായനോട് ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ എവിടെ? വേർ ഈസ് യുവർ ബ്രദർ? യാക്കോബ് 2:8 രാജകീയ നിയമം, വേർ ഈസ് യുവർ നെയ്ബർ, അയൽക്കാരൻ. പ്രിയമുള്ളവരുടെ റിലേഷൻഷിപ്പിലാണെന്ത്? വർഷിപ്പ് കിടക്കുന്നത്. കാരണം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ബലിയാണെന്ത്? വിശുദ്ധ കുർബാന. പിതാക്കന്മാര്, ഗ്രിഗറി പോലുള്ള പിതാക്കന്മാര് എഴുതി വെച്ചിരിക്കുകയാണ്, ഏദൻ തോട്ടത്തില് ദൈവമനുഷ്യനുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്താരാ? ഒരു സർപ്പം അല്ലേ? അല്ലേ? ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് സർപ്പല്ലേ? ഓക്കെ. എന്നിട്ട് അവർ എഴുതി വെച്ചിരിക്കുകയാണ്, അതായത് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ബലിയാണ് വിശുദ്ധ കുർബാന. അപ്പൊ സ്നേഹത്തിനും ഐക്യത്തിനും എതിരെ നമ്മുടെ ഉള്ളിൽ പൊന്തി വരുന്ന ആന്തരിക സർപ്പങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അതിനെ പിടിക്കണം. എന്നിട്ട് ശരിയായ മനസ്താപത്തോടെ കരുണയുടെ മരക്കൂടായ കുമ്പസാരക്കൂട്ടിൽ ഈശോയുടെ കരങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ യഥാർത്ഥത്തിൽ ദൈവിക ജീവൻ, ദൈവികമായ സന്തോഷം, ആനന്ദം, പരിശുദ്ധ ആനന്ദം അനുഭവിക്കുന്നത്. ഇത് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്?
ലോകത്ത് ഉപ്പും വെളിച്ചമായി ജീവിക്കാനുള്ള കൃപ ലഭിക്കുന്നത്. അല്ലെ, 5:13 പറയുന്നതല്ലേ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മള് ആത്യന്തികമായിട്ട് സഭയുടെ മിഷൻ എന്താണ്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും അല്ലേ? സഭയുടെ മിഷൻ, ചർച്ചിന്റെ മിഷൻ എന്താണ്? ആത്യന്തികമായിട്ട്, അൾട്ടിമേറ്റ് ആയിട്ട് ആത്മാക്കരക്ഷയല്ലേ? ഓക്കെ, നമ്മൾ 20, 30 അല്ലെങ്കിൽ 50, 60, 50 എത്ര വയസ്സ് വരെ ജീവിച്ചു? നമ്മുടെ മൊത്തം ലൈഫിന്റെ പർപ്പസ് എന്താണ്? ആത്യന്തികമായിട്ട് നമ്മുടെ ആത്മവിശുദ്ധീകരണമാണ് അല്ലേ? ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം, ഇപ്പൊ നമ്മള് ആ മകളുടെ ജീവിതത്തിലുണ്ടായ ആ ജപ്തിയുടെ കേസും മകളുടെ വിവാഹവും ഒക്കെ എന്ത് ചെയ്തു? നല്ലൊരു കുമ്പസാരം നടത്തി വിശുർബാനം സ്വീകരിച്ചപ്പോ അവിടെ മനോഹരമാക്കി ദൈവം മാറ്റി അല്ലേ? ഇപ്പൊ നമ്മളൊരു കാര്യം തിരിച്ചറിയാ, നമ്മൾ കുടുംബത്തില് ഭാര്യയും ഭർത്താവും തമ്മിലോ മക്കൾ തമ്മിലോ സഹോദരങ്ങൾ തമ്മിലോ ജസ്റ്റ് എന്തെങ്കിലും ഒരു വാക്ക് കൊണ്ടൊന്നും മുഷിഞ്ഞ ഒരു സ്വരച്ചേർച്ചുണ്ടായ ഉള്ള സന്തോഷം പോവില്ലേ ഉള്ളിലത്തെ? പോവോ? പിന്നെ അന്ന് കോമഡി സിനിമയോ മൊബൈലിലോ റീൽസൊക്കെ തോണ്ടിയാൽ വല്ല സന്തോഷം ഉണ്ടാവുമോ? പൂച്ചേരെ പട്ടിയിലൊക്കെ ചിരിക്കുന്ന കാണുമ്പോ കാണണമെന്നല്ല, കണ്ടോ? പ്രൈസ് ലോർഡ്. എന്താ കാരണം? ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജീവിത പ്രതിസന്ധികളിൽ വാക്കുകൊണ്ട് ഒരു സ്വരച്ചേർച്ചിന്റെ ഇതാണ്. എന്ത് സംഭവിച്ചു? സ്നേഹത്തിന് മുറിവേറ്റു അല്ലെ? ഒരു ഇൻപ്രിന്റ് വീഴും നമ്മുടെ ഇന്നർമാൻ, അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യും? ഒരു ഇൻപ്രിന്റ്. കാരണം ദൈവം സ്നേഹമാണ് അല്ലെ? ഗോഡ് ഈസ് ലവ്. ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? ലവ് ആണ് അല്ലെ? ആ സ്നേഹത്തിലേക്ക് ബലിയാണ് വിശുർബാൻ. ആണ് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ശത്രുക്കളെ സ്നേഹിക്കുക, പീഡിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ഒരു മലയിൽ പറഞ്ഞു, മലയിലെ പ്രസംഗത്തിൽ. മറ്റൊരു മലയിൽ എന്ത് ചെയ്തു? പിതാവേ, ഇവർ ചെയ്യുന്നറിയില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അന്ത്യമൊഴികളിൽ 7 ആദ്യത്തെ മൊഴിയാണ് എന്ത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഒരു അറിയലോട് ക്ഷമിക്കുക എന്ന് പറയുന്നത്. ഈശോയ്ക്ക് വേണമെങ്കിൽ 6ാമത്തെ 7ാമത്തെ കാണുന്നില്ലേ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യാ? തീരെ പറ്റില്ലെങ്കിൽ, ഒരു നിവൃത്തിയില്ലെങ്കിൽ ക്ഷമിച്ചുകളെ അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ സിമ്പിളായിട്ട് ഇരുന്നാൽ മതിട്ടാ. നിങ്ങൾക്ക് 6 മാസം പ്രായം, എനിക്ക് 3 മാസം പ്രായം. പ്രശ്നമില്ലല്ലോ. ശരീരം കൊണ്ട് വളർന്നുണ്ടാവും, അറിവുകൊണ്ട് വളർന്നുണ്ടാവും. നമ്മളൊക്കെ എത്ര ബലഹീനത പ്രിയമുള്ളവരെ അല്ലേ? ഓരോ പ്രശ്നം വരുമ്പോ എന്തി കരയാറില്ലേ? ഉള്ളു അല്ലേ? തലോണ കണ്ണീരോണ്ട് മുക്കാറില്ലേ? ബലഹീനരാണ് നമ്മൾ. ശരീരം കൊണ്ട് വളർന്നിട്ടുള്ളോ, അറിവുകൊണ്ട് വളർന്നുണ്ട്, പ്രായം കൊണ്ട് വളർന്നുണ്ട്. വെറുതെ ഒരു തോന്നലാണ്. ഈശോയുടെ മുമ്പിൽ ആരാണ് നമ്മള്? ദൈവത്തിന് മുമ്പില് വെറും പാവങ്ങളാണ്. പ്രൈസ് ലോർഡ്. പ്രശ്നങ്ങൾ വരുമ്പോ അറിയാം മനസ്സിന്റെ ഉരുകല്. സിമ്പിളായിട്ട് ഇരുന്നോട്ടാ. അപ്പൊ നിങ്ങൾക്ക് എത്ര മാസം പ്രായം? 6 മാസമായ ഉണ്ണികള്, ഞാൻ 3 മാസമേ ഉണ്ണി. അപ്പൊ നമുക്കിവിടെ എന്തും പറയാം. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങോട്ട് എന്തെങ്കിലും പറയെങ്കിലും പറയാട്ടാ. ഇവിടെ നിയമമല്ല ശ്രേഷ്ഠം, സ്നേഹമാണ് ശ്രേഷ്ഠം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ചെറിയൊരു സ്വരച്ചേർച്ചുണ്ടായാൽ പോലും ഒരു ഇൻപ്രിന്റ് വീഴും അല്ലെ? ദൈവ സ്വഭാവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ് അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? അസ്വസ്ഥമാവും മനസ്സ്. വീണ്ടും രമ്യതപ്പെടുന്നവരെ, ഉലഞ്ഞുപോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നവരെ, ചിരിച്ചു കളി ഭാര്യയും ഭർത്താവും വീണ്ടും ഒന്നും പരസ്പരം മുഖം ചിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മക്കളോടായാലും വീണ്ടും നമ്മൾ യഥാർത്ഥ ആ സന്തോഷത്തിലേക്ക് കടക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് നിങ്ങൾ ആലോചിക്കുക, വെറുപ്പും ഉദ്ദേശം വെച്ചിരിക്കുകയാണെങ്കിൽ എന്ത് സ്ഥിതി? ഈശോക്ക് ഇരിക്കാൻ സുഖം ഉണ്ടാവുമോ? ഈശോ എന്നാലും ഇരിക്കൂട്ട പാവം. നമ്മുടെ ബലഹീനോട് കൂടി നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് അല്ലേ? അപ്പൊ നമ്മൾക്ക് ഈശോക്ക് ഏറ്റവും ആവശ്യം ആരെയാണ്? നമ്മളല്ല ആവശ്യം, നമ്മുടെ ഹൃദയമല്ല ആവശ്യം അല്ലേ? ഉറപ്പല്ലേ? അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് പരിശോധിക്കുന്ന നല്ലതാണ്, നിയോഗങ്ങളൊക്കെ നല്ലതാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ ഈ ഭൂമി ജീവിതത്തിന്റെ പർപ്പസ് എന്താണ്? ആത്മവിശുദ്ധീകരണമാണ് അല്ലേ? അപ്പൊ നമുക്ക് ഈശോ കുരിശിലെങ്ങനെ സ്നേഹിച്ച നമ്മളെ? മുഖത്ത് തുപ്പിയവരെ, അടിച്ചവരെ, താടിരോമം പറിച്ചെടുത്തവരെ, പരീക്ഷിച്ചവരെ എന്ത് ചെയ്തു? കുത്തിയവന്റെ കണ്ണിലേക്ക് എന്ത് ചെയ്തു? സ്നേഹത്തിന്റെ ചോരത്തുള്ളിൽ ഒഴുക്കി കൊടുത്ത് സൗഖ്യം കൊടുത്തു അല്ലേ? ഒറ്റ കണ്ണനല്ലായിരുന്നേ അല്ലേ? ഇതാണ് ദൈവ സ്വഭാവം. അപ്പൊ പ്രാർത്ഥിച്ചു, ക്ഷമിച്ചു, അവരെ ബ്ലെസ് ചെയ്തു അല്ലെ? അനുഗ്രഹിച്ചു. ഇതായിരിക്കും ആരുടെ സ്വഭാവം? നമ്മൾ ആരാധിക്കുന്നത് ആരെയാണ്?
എല്ലാവരും വെച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓക്കെ. കർത്തൃ പ്രാർത്ഥന നമുക്കറിയാം, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവാണ്. നമ്മുടെ സഭ പഠിക്കുന്ന പ്രീസ്റ്റ്ലി പ്രയർ ഉണ്ട്, പുരോഹിത പ്രാർത്ഥന. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 21-ാം തിരുവചനം. യോഹന്നാൻ 17:21. അവിടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമുക്കെല്ലാവർക്കും വേണ്ടി. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ അവരും നമ്മിൽ ഒന്നാവാൻ വേണ്ടി ഈശോ പ്രാർത്ഥിക്കണം. എങ്ങനെ? ആര് ഒന്നായിരിക്കുന്ന പോലെ? ഈശോയും പിതാവും ഒന്നായിരിക്കുന്ന പോലെ. അതെങ്ങനെയാ അവര് തമ്മിൽ ഒന്നായിരിക്കാന്ന് പറഞ്ഞ അർത്ഥം? അവര് തമ്മിൽ കുശുമ്പുണ്ട, പിണക്കണ്ട? ഇല്ല. പ്രൈസ് ലോർഡ്. അപ്പോൾ ഈശോ പ്രാർത്ഥിക്കുകയാണ് ആർക്ക്? ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട്. ഞാനും പിതാവും ഒന്നായിരിക്കുന്ന പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യൂണിയനാണ്, യൂണിറ്റി എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് ഒന്നായിരിക്കാന്ന് പറഞ്ഞാൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യം ഒന്നായി നിലകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയാന്ന് പറഞ്ഞേ? ഒന്ന് ഒരുമിച്ച് പറയാം നമുക്ക്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യം വസിക്കണം. അപ്പൊ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം നമ്മളിൽ റിഫ്ലക്റ്റിന്റെ, പ്രതിഫലിക്കണ്ടേ? അതല്ല ഏറ്റവും വലിയ ആരാധന. സ്നേഹത്തിന്റെ ഐക്യത്തിന് ബലിയാണ് എന്ത്? വിശുദ്ധ കുർബാന. അപ്പൊ അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു ശിഷ്യന്മാരുടെ? രണ്ടുപേര്, യാക്കോബും യോഹന്നാനും. 2000 വർഷം മുമ്പ് കർത്താവ് പ്രാർത്ഥിക്കുന്ന അവസരം അമ്മേനെ വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഇത് ഇടത്തും വലത്തും ഇരുത്തേണ്ട കാര്യം പറഞ്ഞു, അല്ലേ? അതെന്താണ്? അത് അധികാരമോഹം. ശരിയല്ലേ? നിസ്സാരക്കാരല്ല ടീമോള് കൂടെയുള്ളവര്. മനസ്സിലായ? നിസ്സാരക്കാരല്ല. ഇവര് തമ്മിൽ സ്നേഹവും ഐക്യം ഇല്ല. സ്നേഹത്തിന് വേണ്ടിയാണ് ആര് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ 2 കൊരിന്ത്യസ് 10-ാം അധ്യായം 3-4 തിരുവചനത്തിൽ മനോഹരമായ ഒരു ഭാഗം പൗലോസ് പറയുന്നുണ്ട്. അതായത് ദൈവത്തിന്റെ മക്കള് ദൈവത്തിന്റെ ആ സ്നേഹം വാത്സല്യം ഹൃദയത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കാൻ, ആസ്വദിക്കാനോ അനുഭവിക്കാനോ ജീവിക്കാനോ ചെയ്യാതിരിക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടി പിശാച് എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തില് കോട്ടപ്പണിയും, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പിണക്കത്തിന്റെയും അസൂയുടെയും കോട്ടപ്പണിയും. അപ്പൊ അത് നമ്മൾ വിവേകത്തോടെ വേണം നമ്മുടെ ദൈവത്തിന് മഹത്വപ്പെടുത്താൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം കുമ്പസാരിക്കണം. ആഴ്ചയിലെങ്കിലും നന്നായി കുമ്പസാരിച്ചോളൂ. പറ്റില്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നന്നായി കുമ്പസാരിച്ചോളൂ. ദൈവകൃപ ഒഴുകി വരുന്നത് കരുണയുടെ മരക്കൂടായ ആ കുമ്പസാരക്കൂട്ടിൽ നിന്നാണ്, വേറെ എവിടുന്നും അല്ല. എന്നിട്ട് കുർബാന സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരും ചുറ്റുപാടുമുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളെ, വ്യത്യസ്ത സ്വഭാവമുള്ള ആൾ, അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും പറ്റുന്നത് എവിടെയാണ്? നിരന്തര കുമ്പസാരത്തിനിടെയും കുർബാനത്തിലും മാത്രമാണ് പ്രിയമുള്ളവരെ. അപ്പോഴാണ് നമുക്ക് ലോകത്ത് ഉപ്പും വെളിച്ചാവാനും പറ്റുള്ളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മള് ആ ചേച്ചിയുടെ സംഭവം കേട്ടു. ഞാനൊരു കാര്യം പറയാം. ഇതിപ്പോ 2 ആഴ്ച മുമ്പുണ്ടായൊരു സംഭവം. അത് പറഞ്ഞാൽ എന്റെ കണ്ണ് നിറയും. 3 വർഷം മുമ്പ് നമ്മളറിയുന്ന ഒരു സഹോദരിയാണ്. മകളെയും കൊണ്ടുവന്നു. വിഷയം എന്താണെന്നറിയോ നിങ്ങൾക്ക്? വിഷയം നമ്മളൊക്കെ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഡിവോഴ്സ്. എൻ്റെ ഒരു സുഹൃത്തിന്റെ മകൻ കെട്ടിക്കൊണ്ടുവന്ന മകള് നല്ല കുടുംബമാണ്. 3 മാസങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട്. പല റീസൺ ഉണ്ടാവും, കുറ്റപ്പെടുത്തല്ല കേട്ടോ ആരെയും. പതിവില്ലാണ്ട് അമ്മായിമ്മ അമ്മാപ്പനും നേരത്തെ എവിടേക്ക് അവർക്ക് പോകണം പുലർച്ചെ. അപ്പൊ ഈ മകളോട് പറഞ്ഞു, മോളെ നീ ഒന്ന് മുറ്റടിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഡൈവേഴ്സ് നോട്ടീസ് വന്നു. അവര് തിരിച്ചു വരുമ്പോ ആരില്ല അവിടെ, ഇല്ല. അത്ര ഈഗോ ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പ്രിയമുള്ളവരെ, ഞാൻ ആലോചിക്കുകയാണ്, ഈ പറഞ്ഞ കൊച്ചിന്റെ കേസ് പറയാൻ ഞാൻ. അതായത് ഈ അമ്മയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞ സംഭവം ഇതാണ്. ഞാൻ അറിയുന്ന കുടുംബമാണ്, നല്ല കുടുംബമാണ്. വിവാഹം കഴിച്ചു, പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ വിചാരിച്ചിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ചിന്തികരിക്കോട്ടാ. അതൊരു തെറ്റായ ധാരണയാണ്. സഹനങ്ങളൊക്കെ ഉണ്ടാവും. സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കാനാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധരൊക്കെ തന്നിരിക്കുന്നത് നമുക്ക്. അപ്പോ ഈ സഹോദരി പറഞ്ഞതാണ്, വിവാഹം കഴിച്ച് 3 വർഷം
ആയിട്ട് കുട്ടികളില്ല. നല്ല സന്തോഷമായൊരു കുടുംബം പോകുന്നതിന് കുടുംബങ്ങളും പോകുന്നു. 3 വർഷം കഴിഞ്ഞപ്പോഴാണ് സംശയം തോന്നി, ഈ കൊച്ചിൻ്റെ അമ്മയ്ക്ക് സംശയം തോന്നി. അങ്ങനെ ഇവളോട് ഭയങ്കര കമ്പൽ ചെയ്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവർ തമ്മിൽ വിവാഹത്തിൻ്റെ യാതൊരു ബന്ധങ്ങളും ഉണ്ടായിട്ടില്ല. ഈ ചെറുപ്പക്കാരനാരാണ്? നല്ല ജോലിയുള്ള ഉദ്യോഗസ്ഥനാണ്. സോദോം ഗോമോറയുടെ കാലഘട്ടമൊക്കെ അറിയാലോ നമുക്ക്. ആണുങ്ങളും ഇന്നത്തെ കാലഘട്ടം അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഈ അവസരം കടന്നു പോകുന്നുണ്ട്. സ്ത്രീകളായിട്ട് ഇതില്ലേ എന്തോരം ഉരുകിയിട്ടുണ്ടാവും ഈ അമ്മ കേട്ടപ്പോ. ഇത് കേട്ട വഴിക്ക് തന്നെ എൻ്റെ ഉള്ളിൽ ഇതായിപ്പോയി. അപ്പൊ ഈ കൊച്ചിന് നമ്മൾ മുന്നേ വചനമൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഈ മോൾക്ക് ഡൈവേഴ്സ് കിട്ടാൻ തടസ്സണ്ട ഈ സംഭവത്തിന്. ആണുങ്ങളും ഒരു രോഗമാണത്, തമ്മിലുള്ള ബന്ധം. ഭാര്യയായിട്ട് ബന്ധമില്ല. ഈ മകള് 3 വർഷം അവരെ വീട്ടിൽ അറിയിച്ചില്ല, ഇവരെ വീട്ടിൽ അറിയിച്ചില്ല. ആ മോള് ഈശോയെ പ്രതി എന്നും കുർബാനയ്ക്ക് പോകും, ഈശോ ബലി അർപ്പിക്കാൻ പോകും. പിടിച്ചു നിന്നു. അതിനൊരുപാട് മക്കളുണ്ട് കേട്ടാ. നമ്മള് പ്രാർത്ഥനകളൊക്കെ മാറ്റി പിടിച്ച് ഒരുപാട് പേര് നമ്മൾ ചിന്തിക്കാൻ പറ്റിയാലും പറയാൻ പറ്റാത്ത രീതിയിൽ വേദനിക്കുന്ന സംഭവങ്ങളുണ്ട് നമുക്ക്. അങ്ങനെ ഡൈവേഴ്സിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ഡൈവേഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാ? സുഖമായിട്ട് അരമ കിട്ടും. അപ്പൊ 2 ഇടവകളിലത്തെ അച്ഛന്മാരും സംഭവം പറഞ്ഞപ്പോ ജനുവിനാന്ന് മനസ്സിലായി. കുഴപ്പമില്ല, നമുക്ക് വേഗം ഡൈവേഴ്സ് കിട്ടും, ഒരു തടസ്സമില്ല എന്ന് പറഞ്ഞു. എഴുതി ഒപ്പിട്ട ഫോമിന്റെ ഇതൊക്കെ തീരുമാനമായി. അതിൻ്റെ ഇടയ്ക്ക് വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങളായി. ആരായാലും മാനസികമായി തകർന്നു പോവില്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവര് ദൈവം കൊണ്ടുവന്നതാ എൻ്റെ അടുത്തേക്ക്. അപ്പൊ ഞാൻ മകൾക്ക് വചനം കൊടുത്തിട്ടുള്ളതാണ് ചെറുപ്പത്തിലെ. ഞാൻ മോളോട് പറഞ്ഞു, മോളെ ആട്രിബ്യൂട്ട് ഓഫ് ഗോഡ് എന്ന് പറയും, ദൈവത്തിന്റെ ഗുണങ്ങൾ മോൾക്കറിയുന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ദൈവസ്വഭാവം സ്നേഹമാണ്, ദൈവം സർവ വ്യാപിയാണ്, ജ്ഞാനിയാണ്, ശക്തനാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ മുമ്പൊരു കാര്യം ചെയ്തിട്ട് എൻ്റെ കണ്ണിന് വെള്ളം വന്നു ഈ സംഭവം കേട്ടപ്പോൾ. 3 വർഷം ഇവള് എന്നും കുർബാനയ്ക്ക് പോവും, ആ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അവരെ വീട്ടുകാർക്കും അറിയില്ല ഈ മകന്റെ കേസ്. ആരോടും പറയാതെ ഇവള് കുർബാനയ്ക്ക് പോവും. സ്വന്തം ആ ദുഃഖം, നമ്മുടെ അൽഫോൻസാമ്മയുടെ കേസ് പോലെ. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും മോളുടെ ഉള്ളിലത്തെ നന്മയൊന്നും എന്നിലില്ല എന്ന് പറഞ്ഞു. ഞാൻ കണ്ണീരോടെ കാലിൽ തൊട്ട് മോള് വിശുദ്ധിയായിട്ടാന്ന് പറഞ്ഞു. അവരെ വേണ്ടവർക്ക് ഉദാഹരണത്തെ മരിച്ചു പോയവരൊക്കെ രക്ഷപ്പെട്ടു പോയിണ്ടാവും. അങ്ങനെ ഈ മോളുടെ ഒറ്റ ബലിയാണത്, ത്യാഗം. ഇന്ന് നിസ്സാര കാരണം മതി, ഈ കാലഘട്ടം നമ്മൾ അറിയണം. നിസ്സാര കാരണം മതി എന്ത് ഡൈവേഴ്സ് ചെയ്യാൻ. അപ്പോഴാണ് ഇവിടെ ഈ ഒരു ഇഷ്യൂസിന് 100% ഡൈവേഴ്സ് കിട്ടും. ഇതിന് തയ്യാറാവേണ്ട ഇവള് ഉള്ളി ഒതുക്കി നിന്ന് തുടങ്ങി. അങ്ങനെ ഇവര് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സർവജ്ഞാനായ ദൈവം സ്നേഹമല്ലേ, ഈശോയ്ക്ക് അറിഞ്ഞൂടെ? ഈശോയിലെ നിങ്ങൾ ആശീർവദിച്ചത്. ഈ മകന് ഇങ്ങനൊരു ബലഹീനത ഉണ്ടെന്ന് അവൻ ദൈവത്തിന്റെ മകനല്ലേ, അറിയില്ലേ ചോദിച്ചു. ഉവ്വാന്ന് പറഞ്ഞു. 2 രീതിയിൽ സ്വീകരിക്കാം. സ്വഭാവപ്രകാരം മോൾക്ക് ഡൈവേഴ്സ് ചെയ്യാം. ഈശോയുടെ സ്നേഹത്തെ പ്രതി ഇത് സന്തോഷത്തോടെ സ്വീകരിച്ച അനവധി ആത്മാക്കള് മോളുടെ ഈ ഒറ്റ തീരുമാനത്തിന്റെ മുമ്പിൽ ശുദ്ധീനാത്മാക്കൾ രക്ഷപ്പെട്ടു പോകും. ഇവിടെ ഒരുപാട് ആൾക്കാർ മാനസാരപ്പെടും. മോൾക്ക് ഏത് വേണമെങ്കിൽ സ്വീകരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ദൈവസ്നേഹത്തിൽ സംസാരിക്കുന്നതാണ്. ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. ഈ മോളധികം സംസാരിക്കില്ല. അവള് വല്ലപ്പോഴും ഒരു കാര്യം ചോദിക്കുള്ളൂ. അവൾ പോയി 3 വർഷം കഴിഞ്ഞിട്ട് 2 ആഴ്ച മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ കോണ്ടാക്ട് ചെയ്യില്ല. യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ പിന്നെ നമ്മൾ അവരായിട്ട് കണക്ഷൻ്റെ ആവശ്യമുണ്ടാ? ഒരു ആവശ്യമില്ല. ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ അവര് കുർബാനയും കുമ്പസാരം ചാരിറ്റി നന്മപ്രവർത്തനത്തിലേക്ക് ആയിട്ട് പൊക്കോളും. 3 വർഷമായിട്ട് ഇവരായിട്ട് കണക്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ കുറെ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ എന്താ സംഭവിച്ചത് നമുക്കറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പ് വന്നിരിക്കുകയാണ് അവര്. ബിരിയാണിയൊക്കെ മേടിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ എന്താ സംഭവം, ബിരിയാണിയൊക്കെ നടന്നു. അപ്പോ എന്താ ചോദിച്ചു. ബ്രദറെ, അവന്റെ ആ തിന്മ വിട്ടുപോയി. ഇവളുടെ ആ ത്യാഗം സമർപ്പണം വഴി, ബലി ജീവിതം വഴി അവരൊരുമിച്ച് ഇപ്പോ നല്ല ഭർത്താവായിരിക്കും. അവര് കാണാൻ വരാതിരിക്കണം. അവർ എന്നെ കാണാൻ വരണ്ട, കുർബാനയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. നിങ്ങൾ ആലോചിക്കണം പ്രിയമുള്ളവരെ, നമ്മള് മാതാവിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ദൈവപുത്രന്റെ ഈ ആകാശം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന്റെ പുത്രനെ ദുരിതത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് പോലും എന്ത് കിട്ടിയില്ല? പ്രസവിക്കാൻ നല്ലൊരു സാഹചര്യം ദൈവം ഒരുക്കി കൊടുത്തില്ല. ആ പരാധീനതകളിൽ, ഞെരുക്കങ്ങളിൽ പരിശുദ്ധ അമ്മയെ ഔസപിതാവ് എന്ത് ചെയ്തു? ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞു. പരാതി പറയുന്ന നന്ദിയോടെ ഹൃദയത്തിൽ ദൈവത്തെ വാഴ്ത്തി കടന്നുപോയി. അപ്പോ പരാതി നമ്മൾ മനസ്സിലാക്കുക, സഹനങ്ങളിൽ ദൈവസ്നേഹത്തെ തിരിച്ചറിയാൻ, ദൈവത്തിന്റെ ഭാഷ മനസ്സിലാക്കാൻ,
ക്രിസ്തീയ മൂല്യങ്ങൾ, വാല്യൂസ് നമ്മൾക്ക് ജീവിക്കാൻ, പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ കയ്യൊപ്പുണ്ടാവും. ദൈവം പ്രവർത്തി രീതി നമുക്ക് അറിയിക്കാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, എന്റെ കണ്ണു നിറഞ്ഞ സംഭവം. ഞാൻ 100% ഇവിടെ വരുമ്പോൾ അത് പറയാണ്ട് എനിക്കിവിടെ പോകാൻ കഴിയില്ല. ഇതൊക്കെയല്ലേ സാക്ഷ്യം അല്ലേ? ഇവിടെ ഇന്നലെ പുലർച്ചെ ഇവിടെ പറയാൻ പറഞ്ഞൊരു കാര്യം പറയാൻ പോണ ഞാൻ. അപ്പൊ നമുക്ക് എത്ര വയസ്സ് പ്രായം? 6 മാസട്ടാ. എനിക്ക് 3 മാസം. കുഞ്ഞുണ്ടികളാണ്. നീ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്താൽ മതി. കുഞ്ഞുങ്ങളാകുമ്പോൾ കുഴപ്പമില്ല, അതിന്റെ എസൻസ് ഉണ്ടാവും അല്ലേ? സിമ്പിൾ ആയിട്ട് ഇരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, ഫിലിപ്പി 2-ാം അധ്യായത്തിൽ നമുക്കറിയില്ലേ, ദൈവമായിരുന്നിട്ടും ആ സമാനത അവൻ കാര്യമായി നിലനിർത്തേണ്ടത് വേണ്ടെന്ന് വെച്ചു. എന്ത് ചെയ്തു? ഗ്രീക്കില് കെനോസിസ് ഉള്ള വാക്കാണ്. സ്വയം ശൂന്യനായി. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. തന്നെ ശൂന്യനാക്കി. അപ്പൊ ദൈവമായിരുന്നിട്ടും എന്ത് ചെയ്തു? ദൈവമായുള്ള സമത്വം വെടിഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? ദൂതന്മാരുടെ, മാലാഖമാരുടെ ആരാധന വിട്ടു. എല്ലാ മഹിമയും വെടിഞ്ഞ് ആത്തിന്റെ പാമൂലം വീണുപോയ ഈ താന്ന ലോകത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് എന്ത് ചെയ്തേ? പരിശുദ്ധാത്മാവിൽ നിന്ന് ശരീരം സ്വീകരിച്ചു അല്ലേ? പരിശുദ്ധാത്മ വഴി. എന്നിട്ട് കുരിശിൽ എങ്ങനെ മരിച്ചേ ഈശോ? നിന്ദിതനായി, നഗ്നനായി, വ്രണിതനായി, തല്ലുകൊണ്ട്, നാണം കെട്ട്, പച്ചമാസം തൂങ്ങിക്കിടന്ന് മരിച്ചു. അത്രമാത്രം നമ്മൾ സ്നേഹിച്ചു പ്രിയമുള്ളവരെ. എന്നിട്ടാണോ സകലടക്കാൻ ബുദ്ധിമുട്ട്? അനവധി ആത്മാക്കളെ നേടിപ്പോവാ നമ്മൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിശുദ്ധിയാണ് വിശുദ്ധ കൊച്ചേരി. ഈ ചോര തുപ്പുമ്പോഴും അപ്പനമ്മി മെന്റലായിരുന്നു, വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചില്ലേ സഭ? അപ്പൊ മെന്റലുള്ളവർക്കും വിശുദ്ധരാവാം. നമ്മൾ ലോകത്തിന്റെ വാക്ക് കയറിക്കോട്ടെ. ദൈവപുത്രനായ യേശുവിന്റെ വാക്കുകളായിരിക്കണം നമ്മുടെ വിചാരങ്ങളിലും ബോധങ്ങളിലും ആധിപത്യം പുലർത്തേണ്ടത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. സ്നേഹമുള്ളവരെ, ആലോചിക്കുക, പച്ചമാംസത്തിൽ തൂങ്ങിക്കിടന്ന് സ്നേഹിച്ചു. ഇതിനേക്കാൾ കൂടുതൽ കർത്താവിനെ നമ്മൾ സ്നേഹിക്കാൻ അറിയോ? പറ്റുമോ? ഇല്ല. ഇതിലും വലിയ വലിയ സംഭവങ്ങളുണ്ട്, പറയാൻ സമയമില്ല. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അത്ഭുതമായ കരം കണ്ട് നന്ദി പറഞ്ഞ് സൂചാരാധിക്കാൻ തയ്യാറായിക്കോ. പ്രൈസ് ലോർഡ്. നിങ്ങൾ കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ ഇവിടെ അത്ഭുതം കാണാം. പ്രിയമുള്ളവർ, നമ്മൾ ആലോചിക്കുക, ആ മകളൊക്കെ എടുത്തിട്ടുള്ള തീരുമാനം. നമ്മള് യോഹന്നാൻ 1:14 വിശുദ്ധ യോഹന്നാൻ സ്പീക്കറെ 1:14 അറിയാം, എല്ലാവർക്കും അറിയുന്ന വചനം മാംസം ധരിച്ചു അല്ലേ? വചനം മാംസം ധരിച്ചു. ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ആ മകളൊക്കെ എടുത്ത നിലപാട് ആ മകനെ നേടി. എന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ക്യാൻസറും പഴുപ്പുമായിട്ട് പൈസ ചത്തുപോകും. അങ്ങോട്ട് മലത്തി കിടന്ന ആളില്ലാണ്ട് പരാതി പറഞ്ഞിട്ട്. അതിനിപ്പം ജീവിച്ചിരിക്കുമ്പോ എന്റെ യേശുവിനെ, എന്റെ ആത്മമണവാളനെ മഹത്വപ്പെടുത്താൻ തയ്യാറാവുക. പ്രൈസ് ലോർഡ്. ഇതുപോലെ സ്നേഹിച്ച എത്ര മനോഹരാന്നറിയോ ജീവിതങ്ങൾ. 100 സാക്ഷ്യങ്ങളാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അവിടെ ഈ മകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു, സംസാരിക്കില്ല അവള്. എന്റെ കണ്ണു നിറഞ്ഞു പോയി. അപ്പൊ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. എങ്ങനെ വചനം മാംസം ധരിക്കുക? മാംസം ധരിച്ച ദൈവത്തിന്റെ വചനമാണ് എന്ത്? വിശുദ്ധ കുർബാന അല്ലേ? ഓക്കെ. അപ്പൊ വചനം മാംസം, ഒന്ന് യോഹന്നാൻ 1:14 വചനം മാംസം ധരിച്ചെന്ന് പറയുമ്പോ വചനം അക്ഷരരൂപത്തിൽ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. വചനം മാംസരൂപത്തിൽ കൊടുക്കണം. ദൈവത്തിന്റെ വചനം നമ്മളിൽ മാംസം ധരിച്ചിട്ട് ആ വചനം ലോകത്തിന്റെ ഭക്ഷണമാകുന്നുണ്ടെങ്കിൽ അതാണെന്ത്? ഗോസ്പൽ, സുവിശേഷം. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മളിൽ മാംസം ധരിച്ചിട്ട്, ദൈവത്തിന്റെ വചനം മാംസം ധരിച്ചതുപോലെ ദൈവത്തിന്റെ വചനം നമ്മളിൽ മാംസം ധരിച്ചിട്ട് നമ്മൾ കൃപയും സത്യവും നിറഞ്ഞവരായി ഈ ലോകത്തിന് നമ്മെ തന്നെ കൊത്തിപ്പറിച്ച് ഇട്ടുകൊടുക്കാൻ തയ്യാറാവുന്നതാണ് എന്ത്? സുവിശേഷം. പ്രൈസ് ലോർഡ്. നിങ്ങൾ നിലപാടെടുത്ത് നോക്ക് ക്രിസ്തുവിനെ പ്രതി, കർത്താവിനെ പ്രതി. രക്താക്ഷിയുള്ള സഭയാണ് നമ്മുടെ സഭ. പൂ പോലെ മനസ്സാക്കി തരും, പൂ പോലെ. ജീവിതാനുഭവം കൊണ്ട് പറയണേ, അഭൗമികമായ ആനന്ദം കൊണ്ട് നമ്മളെടുക്കുന്ന തീരുമാനം ക്രിസ്തുവിനെ പ്രതി ബലിയാവാൻ കർത്താവിനോട് കൂടി തയ്യാറായാൽ അവിടെ അത്ഭുതമായ ഇടപെടൽ കാണാം ദൈവത്തിന്റെ. ദൈവം സ്നേഹമാണ് അല്ലേ? കേൾക്കുമ്പോ സന്തോഷല്ലേ? നമ്മൾ ഔസപിതാവിന്റെ ഉള്ളൊരുകനെ കണ്ടു, പരിശുദ്ധ അമ്മയുടെ ഔസപിതാവിന്റെയും സഹനങ്ങളിൽ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞു, നന്ദിയോടെ വാഴ്ത്തിയത് കണ്ടു.
അല്ലേ? ശരിയല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലത്തെ ക്രിസ്തുവിനെ നമ്മുടെ കുടുംബത്തിലുള്ളവരും, ആ മകള് ഒരു സംഭവം കൂടി പറയണം. അപ്പൊ ഇവരെ ഇത്ര വേദനിപ്പിച്ച അപ്പൻ ഇപ്പൊ വയ്യാണ്ട് കാല് മുട്ടിന് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക. ഈ അപ്പന്റെ അമ്മാനപ്പന്റെ ആലോചിക്കണട്ട, ഒന്നിനും രണ്ടിനും കാര്യങ്ങളൊക്കെ ഈ മോളെ ചീനെ. ഇപ്പൊ ഈ മോളില്ലെങ്കിൽ അപ്പന് ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റില്ല. അത്ര സ്നേഹമായി ആ മോളെടുത്ത ത്യാഗം ഈശോയെ പ്രതി. ഒരു കടന്നുപോക്കുണ്ട് നമ്മുടെ മുമ്പില്. പരിശുദ്ധ അമ്മ ഈശോയും വന്നു നിൽക്കും. സ്വീകരിക്കുന്നു സ്വീകരിക്കാം, തള്ളണമെങ്കിൽ തള്ളാം. പ്രൈസ് ലോർഡ്. അവിടെ മത്തായി 10:32 പറയുന്നത്, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്വീകരിച്ച ഡെലിവറൻസ് കിട്ടും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അല്ലെങ്കിലും കിട്ടൂട്ടാ, ദൈവം തരും. ദൈവം സ്നേഹമാണ്. ഇപ്പൊ നമ്മള് തിരിച്ചറിയാം. അപ്പൊ മകളുടെ ഒക്കെ നിലപാട്, ഇപ്പൊ ആ അപ്പനും അമ്മയൊക്കെ ഇവരോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ കുടുംബത്തിലുള്ളവരോ ചുറ്റുപാടുള്ളവരോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ, നമുക്ക് കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അവിടെയാണ് എന്ത് ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥത്തിൽ നോമ്പ് ആരംഭിക്കുന്നത്. അവിടെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥത്തിൽ ഉപവാസം ആരംഭിക്കുന്നത്. അവിടെയാണ് ക്രിസ്ത്യാനിയുടെ യഥാർത്ഥത്തിൽ ആത്മതപനം. നമ്മുടെ ജീവിതം നമ്മൾ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഒരു പുനരർപ്പണത്തിന് ദൈവസന്നിധിയിൽ, ഈ ഗാകുലത്തെ ധ്യാനകേന്ദ്രത്തിൽ. ഇതുവരെ വന്നുപോയ പോലല്ല ഈ വട്ടം നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നല്ല ബോധ്യങ്ങളിൽ ആഴപ്പെട്ട് എൻ്റെ ഈശോനെ മഹത്വപ്പെടുത്താൻ ഇനിയുള്ള ജീവിതം തയ്യാറാവാം. പ്രിയമുള്ളവരെ, ഞാൻ ഉറപ്പു തരാം, നിങ്ങൾ അനുഭവിക്കുന്ന കടന്നു പോകുന്ന റൂട്ടാണ്. മനുഷ്യബുദ്ധിക്ക് അതീതമായ അഭൗമികവും അലഘുമായ ആനന്ദം കൊണ്ട് നമ്മുടെ പരിശുദ്ധാത്മാവ് ഉള്ളം നിറയ്ക്കും. കർത്താവ് വെറുതെ പറയൂ കുരിശെടുക്കാൻ? അപ്പൊ അതിലെന്തെങ്കിലും കാര്യമില്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ തിരിച്ചറിയാ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആദ്യം ഫസ്റ്റ് വേണ്ടത് എന്താണ്? നമ്മുടെ ആത്മാ വിശുദ്ധീകരണമാണ്. നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് വസിക്കാൻ, പിതാമ്പത്തിന് പരിശുദ്ധ ത്രിയേക ദൈവത്തിന് വസിക്കാനുള്ള നല്ലൊരു വെടുപ്പാകപ്പെട്ട മനസ്സാക്ഷിയുള്ള ഒരു ഹൃദയമാക്കി മാറ്റണം. നന്നായി കുമ്പസാരിച്ച് ഒരുങ്ങി. നമ്മൾ ബലഹീനരാണ്, പലവിധ കാരണങ്ങൾ കൊണ്ട് പല രീതിയിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ ഹൃദയത്തിലൊക്കെ വെറുപ്പും ഉദ്ദേശവും നീരസം അസൂയും പിണക്കൊക്കെ വരില്ലേ? അതിനാണ് സഭ ഈ കർണയുടെ മരക്കൂടായ കുമ്പസാരക്കൂട് നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത്. ഫ്രാൻസിമാപ്പൊക്കെ ഡെയിലിയാണ് കുമ്പസാരിക്കുക. നമ്മൾ ഡെയിലി ഒന്നും വേണ്ട, 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നന്നായിട്ട് കുമ്പസാരിക്കുക. ആഴ്ചയിൽ കുമ്പസാരിക്കണമെങ്കിൽ അത്രയും നല്ലത്. അത്രയും നമുക്ക് എന്ത് ചെയ്യാം? പൂ പോലെ മനസ്സാക്കി തരും ഈശോ നമ്മുടെ മനസ്സ്. ഏത് പ്രതികൂല സാഹചര്യത്തെയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ എന്ത് ചെയ്യും? കുലുങ്ങാതെ പൂ പോലെ അതിലൂടെ കടന്നു പോകാൻ പറ്റും. ഏത് പ്രതികൂല സാഹചര്യം സ്നേഹത്തോടെ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയം ഈശോ സ്നേഹിച്ച പോലെ ആക്കും. പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, അന്ത്യവിധി സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്, മറ്റൊന്നുമല്ല. യോഹന്നാൻ ശ്ലീഹരെ 1-ാം ലേഖനത്തില് 4-ാം അധ്യായം 10-ാം തിരുവചനത്തില്, 1 യോഹന്നാൻ 4:10 വചനം നിങ്ങൾ ബൈബിളിന്റെ എടുത്ത് നോക്കിക്കോ. അവിടെ പറയുന്ന മനോഹരമായൊരു ഭാഗമുണ്ട്. അത് പറഞ്ഞ് നമ്മള് ഈ സെഷൻ നിർത്താന്നാണ് വിചാരിക്കുന്നത്. ആ വചനം ഇങ്ങനെയാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്: നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവമാണ് നമ്മെ സ്നേഹിച്ചത്. എന്നിട്ട് അവിടെ എങ്ങനെ സ്നേഹിച്ചു എന്നതിന്റെ ബി പാർട്ടിൽ പറയാണ് എന്ത്? സ്വപുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി നൽകിയെന്നതിലാണ് എന്ത്? ദൈവത്തിന്റെ സ്നേഹം. ഒന്നും കൂടി പറയാം, നമുക്കൊന്ന് വചനേറ്റ് പറഞ്ഞാലോ? നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവമാണ് നമ്മെ സ്നേഹിച്ചത്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ നൽകിയെന്നതിലാണ് ദൈവത്തിന്റെ സ്നേഹം. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നാം ദൈവത്തെ സ്നേഹിച്ചെന്നില്ലല്ല, ദൈവമാണ് നമ്മെ സ്നേഹിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ മനുഷ്യന്റെ എന്തില്ല? സ്നേഹമില്ല. സ്നേഹത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്താണ്? ഇഷ്ടമാണുള്ളത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. അല്ലെ മുടിയാനപുത്രന്റെ ഉപമയിൽ പറയുന്നേ. അവ തിരിച്ചു വന്നപ്പോ ഒരു കുറ്റപ്പെടുത്തുക പോലും ചെയ്തില്ല. ആ മകൻ അനുദപിച്ച് തിരിച്ചു വന്നപ്പോ അല്ലെ, എംബ്രേസ് ചെയ്ത് വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അത്രമാത്രം സ്നേഹം അവന്റെ ഉള്ളിൽ കിട്ടി. ഇതൊരു കുമ്പസാരത്തെ കാണിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തെ സ്നേഹിച്ചില്ല, ദൈവമാണ് നമ്മളെ സ്നേഹിച്ചത്. അതന്നെ 1 യോഹന്നാൻ 4:19 വരുമ്പോ കാണാം. ആദ്യം
ദൈവം നമ്മെ സ്നേഹിച്ചു, പിന്നെ നാം അവിടുത്തെ സ്നേഹിച്ചു. മനുഷ്യന്റെ കയ്യിൽ എന്തില്ല? സ്നേഹത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടമാണ്. ഇഷ്ടത്തിൽ എന്താണ് കിടക്കണേ? നേട്ടങ്ങളുടെ പ്രതീക്ഷകളും കണക്ക് കൂട്ടലുകളാണ്. മറ്റെന്താണ്? അൺകണ്ടീഷണൽ ലവ് ആണ് ദൈവത്തിന്റെ സ്നേഹം. കാരണം കൂടാതെ സ്നേഹിക്കുക, അല്ലേ? എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളോ? അതായത് 2000 വർഷം മുമ്പ് കുരിശുബലിയോട് കൂടിയാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം ഒരു നീർത്തിരുളി പോലെ കുദാശകളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി വന്നു കിടക്കുന്നത്, അല്ലെ? മാമോദീസ, സല്ലേപനം, കുമ്പസാരം, കുർബാന തുടങ്ങി കുദാശയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പിതാവായ ദൈവത്തിന്റെ സ്നേഹം കുരിശുബലിയോട് കൂടിയാണ് ഒഴുകി വന്ന് കിടക്കണേ. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ദൈവസ്നേഹം എടുത്തിട്ടാണ് നമ്മൾ ആരെ സ്നേഹിക്കേണ്ടത്? ദൈവത്തെയും മറ്റുള്ളവരെയും നമ്മളെ തന്നെയും. ഇവിടെ എന്താ സംഭവിക്കണേ ലോകത്ത്? ഡൈവേഴ്സ് കേസുമായി വരുന്ന കേസിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ശരിയാണ്, മാനുഷ്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടി അവള് ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളും വെച്ചിട്ടാണ് മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ചിലപ്പോൾ കുഞ്ഞുനാളിൽ മാതാപിതാക്കളിൽ വേണ്ടത്ര സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല. മദ്യം കഴിക്കുന്ന കുടുംബങ്ങളാ, തല്ലും വഴക്കുള്ള കുടുംബങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. ഇപ്പൊ ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നമുക്കറിയാം, കിട്ടേണ്ട സമയത്ത്, കിട്ടേണ്ട വിധത്തിൽ, കിട്ടേണ്ട വ്യക്തിയിൽ നിന്ന് സ്നേഹം നിഷേധിക്കപ്പെട്ട എന്ത് സംഭവിക്കും? ആന്തരിക മുറിവ്. ഈ മുറിവിലാണ് പിശാച് പ്രവേശിക്കുക. പിന്നെ ആ വ്യക്തിക്ക് വളർന്നാലും ആരെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിയില്ല. അവിടെയാണ് കുദാശയിൽ കിടക്കണം. മനസ്സിലായ? അപ്പൊ ഇവള് വിചാരിക്കുന്നത് ഇവൾക്ക് കുഞ്ഞുനാളിൽ കിട്ടാതെ പോയ സ്നേഹം കയറി ചെല്ലുന്ന കുടുംബത്തിൽ ഭർത്താവിൽ നിന്ന് കിട്ടുന്നതാണ് ആ സ്നേഹം, കരുതലൊക്കെ. ഇവനും അങ്ങനെ വിചാരിക്കണം. ഇവനും വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല. ഇവനെങ്ങനെയാണ്? കല്യാണം കഴിഞ്ഞാൽ വരുന്ന ഭാര്യയിൽ നിന്ന് തനിക്ക് കുഞ്ഞുനാൾ കിട്ടാതെ പോയ മാതാപിതാക്കളുടെ സ്നേഹം, വാത്സല്യം, കൂടെപ്പുറമുള്ള സ്നേഹം ആരിൽ നിന്ന് കിട്ടും? ഭാര്യയിൽ നിന്ന് കിട്ടുന്ന വിചാരിക്കണേ. രണ്ടാളുടെ കയ്യിൽ സാധനം ഉണ്ടാ? അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? ഓടിയാ രണ്ടുപേരെ കയ്യിലും സംഭവം ഇല്ല. സംഭവം കൊടുക്കുന്ന ഈശോരയില്ല. ആ കുമ്പസാര കുർബാനിലൂടെ സംഭവം കിട്ടുക. ഇപ്പൊ മനസ്സിലായ അതിന്റെ അർത്ഥം? അപ്പൊ അവർ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. രണ്ടുപേരേലും ഭൗതിക വസ്തുവിൽ വെച്ച് ഫില്ല് ചെയ്യാൻ നോക്കും, തൃപ്തിപ്പെടുത്താൻ. ഒരു കാര്യമില്ല. 4 ദിവസം ചിരിക്കാൻ, 5 ദിവസം പ്രശ്നമാവും. മനസ്സിലായ? അവിടെ നന്നായി ഒരുങ്ങി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് പരസ്പരം ആ ദൈവിക സ്നേഹം കടന്നു വരിക. അത് അൺകണ്ടീഷണൽ ലവ് ആണ്, അല്ലെ? മനുഷ്യന്റെ സ്നേഹത്തിൽ ലിമിറ്റ് ഉണ്ട്. നമുക്കൊരു പരിധി വരെ മാക്സിമം എത്ര കൃപയുള്ള വ്യക്തിയായാലും ഒരു 70% സ്നേഹിക്കാൻ പറ്റുള്ളൂ. മറ്റൊക്കെ ജാടയാ. മനസ്സിലായ? അപ്പൊ കുദാശകളുടെ നിരന്തരം നമ്മളെ തന്നെ വിശദീകരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവരും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും മനോഹരമായ ലോകത്തിന്റെ ഉപ്പും വെളിച്ചമായി മാറാനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് ക്ഷമിക്കാനും സ്നേഹിക്കാനും പങ്കുവെക്കുവാനും മറ്റുള്ള ക്രിസ്തുവിലേക്ക് കുദാശയിലേക്ക് അടുപ്പിക്കാനും നമുക്ക് കഴിയും. അതാണ് 1 യോഹന്നാൻ 4:10 പറയുന്നത്, നാം ദൈവത്തെ സ്നേഹിച്ചെന്നിലല്ല, ദൈവമാണ് നമ്മളെ സ്നേഹിച്ചത്, അല്ലെ? നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രൻ നൽകിയെന്നിലാണ് എന്ത്? ദൈവത്തിന്റെ സ്നേഹം, അല്ലെ? അതിന്റെ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പറഞ്ഞു. എങ്ങനെ പറഞ്ഞത്? 2000 വർഷം മുമ്പ് കുരിശുബലിയോട് കൂടിയാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒരു നീർത്തുള്ളി പോലെ കുദാശകളിലൂടെ ഒഴുകി വന്ന് കിടക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ദൈവസ്നേഹം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുമ്പസാര കുമ്പളങ്ങൾ കിട്ടുന്ന ആ ദൈവസ്നേഹം എടുത്തിട്ട് ആരെ സ്നേഹിക്കുന്നത്? നമ്മള് ദൈവത്തെയും മറ്റുള്ളവരെയും നമ്മെ തന്നെയും. ഇവിടെ എന്താ പരാതി? എല്ലാവരും ദുഃഖം പറഞ്ഞ ലാസ്റ്റ് പറയുന്നത് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. പ്രൈസ് ലോർഡ്. സത്യത്തിൽ ഞാനാണ് സ്നേഹം കൊടുക്കാനുള്ള. പ്രിയമുള്ളവരെ, ദൈവസ്നേഹം കുദാശകൾ നിറഞ്ഞു കിടക്കുകയാണ് എൻ്റെ ഉള്ളിൽ. ആ സ്നേഹം എടുത്ത കൊടുക്കണ്ട. മറ്റുള്ളവരെ നന്മ പറയാ, മധുരമുള്ള വാക്കുകൾ പറയാ. ഇന്ന് തുടങ്ങിയോളം നന്മ പറഞ്ഞ് 10 പറഞ്ഞു തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടാകും, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ നന്മയിൽ വളരാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിലത്തെ സ്നേഹം കൊടുക്കണം, അല്ലേ? അപ്പൊ നമ്മള് എന്നെ മനസ്സിലാക്കാൻ ആരില്ല, അവർ ദുഃഖിച്ചിരിക്കുക. സത്യത്തിൽ നമ്മുടെ ഉള്ളില് ദൈവസ്നേഹം കെടുക്കാണ്. കുദാശയിലൂടെ നിറഞ്ഞു കവിഞ്ഞു കെടുക്കണം. ഈ സ്നേഹം എടുത്ത് കൊടുക്കണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പരാതി പോയില്ലേ? ഇനി സ്നേഹം എന്താണ്? കൊടുക്കാനുള്ളതാണ്, സ്വീകരിക്കാനുള്ളതല്ല. നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? കുദാശയിലൂടെ, കുമ്പസാര കുർബാനയിലൂടെ ഒക്കെ ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷണൽ ലവ് കൊടുക്കണം. ഈ ലവ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കണ്ടേ. അവരെ നന്മകൾ എടുത്തു പറഞ്ഞും മധുരമുള്ള വാക്കുകളും അവർ ആത്മാവിലേക്ക് ഇട്ടുകൊടുത്ത് എന്ത് ചെയ്യണം? നമ്മള് ഈ സ്നേഹത്തിൽ വളരണം. ഒരു വാക്ക് മതി എന്ത് ചെയ്യും? ഒരു വ്യക്തി ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ. വേണ്ട കേസുകളുണ്ട് അതിന്റെ പടുത്ത്. മനോഹരമായ സുവിശേഷ മൂല്യങ്ങൾ അറിയുന്ന നമ്മുടെ ഒരു സുഹൃത്ത്, തൃശ്ശൂരത്തെ വലിയൊരു ജിംനേഷ്യത്തിലത്തെ വലിയ ആളുകള് ലേഡീസ് വരുന്ന ജിംനേഷ്യത്തിലത്തെ മാഷ. പ്രൈസ് ലോർഡ്. അപ്പോൾ സ്റ്റുഡന്റ് മാഷ് തമ്മിലൊരു ബന്ധമുണ്ട്. റിസപ്ഷനിന്റെ അടുത്ത് ഒരു സഹോദരി ജിംനേഷ്യം കഴിഞ്ഞ് കാറിന്റെ ചായ മേടിക്കാൻ ചെന്നതാണ്. 7 വയസ്സുള്ള ഒരു മോളും 5 വയസ്സുള്ള ഒരു മോനാണ്. വലിയ ക്യാഷ് ടീമോളം അവിടെ വരിക. അപ്പൊ ഈ റിസപ്ഷനായിട്ടുള്ള ഈ പെൺകുട്ടി ചോദിച്ചു,
നാളെയല്ലേ മേഡത്തിന്റെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കില്ലേ? എടുത്ത വഴിക്ക് ഈ മേഡം പറഞ്ഞു, ജിംനേഷ്യം കഴിഞ്ഞ് ഇറങ്ങുന്ന മേഡം പറഞ്ഞു, നാളെ ഞാൻ ഉണ്ടായിട്ട് വേണ്ടെന്ന്. തൊട്ടടുത്ത് നമ്മളുടെ ഇവരെ പഠിപ്പിക്കുന്ന മാഷ് സുവിശേഷം കിട്ടിയിട്ടുള്ള മോൻ നിൽക്കാണ്, പേപ്പർ വായിച്ചിട്ട്. ഇവങ്ങനെ നോക്കി, അത്ര കാര്യമായിട്ട് എടുത്തില്ല. അന്ന് രാത്രി സൂസൈഡ് ചെയ്തു. ജാഗരൂകരായിരിക്കുക. നമ്മുടെ ഒരു ഇടപെടൽ മതി, ചെറിയ ഇടപെടൽ മതി. എന്നിട്ട് കാലത്ത് നേരത്തെ വന്നിക്കുക, നിലവിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക്. കുഴപ്പമില്ല, ദൈവം സ്നേഹമാണ്, പറ്റിയത് പറ്റി, പോയി കുമ്പസാരിക്കുക, വിഷമിക്കണ്ട. ഇനിയെങ്കിലും ജാഗ്രതയോടെ ശ്രദ്ധിക്കുക നമ്മുടെ കൂടെയുള്ളവരെ. മനസ്സിലായ? നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെ എല്ലാവരും പരിപാടിയോടൊപ്പം, കല്യാണമായിക്കോ വിവാഹം ആയിക്കോട്ടെ മറ്റെന്ത് പരിപാടി ആയാലും, ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നവരെ കണ്ട അവരെടുത്ത് സ്നേഹത്തോടെ ചെന്ന് ഒരു പുഞ്ചിരിയോടെ അവരിരുന്നാൽ മതി, അവരെ കേട്ടാൽ മതി എന്ന് ഹീലാവും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവിടെ മത്തായി 5:7 നിങ്ങൾക്ക് സുപരിതമായൊരു തിരുവചനമുണ്ട്, കരുണയുള്ളവരെ ഭാഗ്യമാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. ഇല്ലേ? കേട്ടിട്ടില്ലേ? നമ്മൾ മറ്റൊരാളുടെ വിഷമങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂറോ നമ്മളൊന്നും അങ്ങോട്ട് പറയാതെ, ഉപദേശമൊന്നും വേണ്ട, അവരെ വിഷമങ്ങളും ഭാരങ്ങളും കേൾക്കാൻ ആരുമില്ലെന്ന് കേട്ടിരിക്കുമ്പോ നമ്മൾ അവരോട് എന്ത് ചെയ്യാണ്? കരുണ കാണിക്കാണ്. അപ്പൊ തന്നെ അവർക്ക് ഹീലിംഗ് ആയി, സൗഖ്യമായി. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഇരുട്ട് പോയിട്ട് അവര് ആത്മഹത്യയിലേക്ക് പോകും. അപ്പൊ നമ്മളെ കേന്ദ്രത്തിൽ ചിന്തയിൽ നിന്ന് നമ്മളൊന്ന് പുറത്തു വരിക. പുറത്തു വന്നിട്ട് മറ്റുള്ള സംഘടനകൾക്ക് വേദനകളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും ഏറ്റവും ചുരുങ്ങിയത് 5 മേഖലയിലെങ്കിലും ഹീലിംഗ്, സൗഖ്യം ആവശ്യമുള്ളവരുണ്ടെന്ന് തിരിച്ചറിയാം. അത് സ്പിരിച്വലാകാം, അത് ഇമോഷണലാകാം, അത് ഫിസിക്കലാകാം, അത് ഫിനാൻഷ്യലാവാം, അത് സോഷ്യലാവാം. പാതി വഴിയിൽ നിന്ന് പോയി ജീവിതങ്ങൾ, മാനസികമായി തകർന്നവര്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, രോഗികള്, നമ്മൾ ചുറ്റുപാടുകളിലേക്ക് ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് കൊടുക്കാനിറങ്ങുക. അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സ് നിറയാം. പ്രൈസ് ലോർഡ്. ദൈവസ്നേഹം കൊണ്ട് ഉള്ളം നമ്മുടെ നിറയും. പ്രിയമുള്ളവരെ, നമുക്ക് പത്രോസിനെ വിളിക്കുമ്പോ കർത്താവ് ചെയ്യുന്നൊരു സംഭവം ഉണ്ട് ലൂക്കാ 5. രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ട് എന്ത് കിട്ടിയില്ല? ഒന്നും കിട്ടിയില്ല. ഒരുപാട് നിരാശപ്പെട്ട് വല കഴിക്കൊണ്ടിരിക്കുകയാണ്. പത്രോസിന്റെ വഞ്ചിയിലിരുന്ന് കർത്താവ് വചനം പങ്കുവെച്ചു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? പത്രോസ് പറഞ്ഞു, കുറച്ച് നീക്കിയിട്ട് നീ വലതുവശത്ത് ഇടാൻ പറഞ്ഞു. അപ്പൊ വല നിറയെ മത്സ്യം കിട്ടി. നമ്മൾ വായിച്ചിട്ടില്ലേ? ഭാഗം വായിച്ചിട്ടില്ലേ പ്രിയമുള്ളവരെ? സാധാരണ നമ്മൾ അങ്ങനെ ഒരു അത്ഭുതം നമ്മുടെ വീട്ടില്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ നമ്മൾ നന്ദി പറയല്ലേ ചെയ്യാ. പക്ഷെ പത്രോസ് നന്ദിയല്ല പറഞ്ഞേ, കർത്താവേ, പാപയാനിൽ നിന്ന് നീ അകന്നു പോകണമേ. എന്താണ് ഇതിന്റെ രഹസ്യം? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാ? ഞാൻ നാളെ അതിന്റെ ചിന്ത വന്നപ്പോ ആകെ ഇടിവിട്ടുകൊണ്ടോണായി. കാരണം ഈ മീനിന്റെ പെരുപ്പം കണ്ട് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. അപ്പൊ മീനിന്റെ ഈ സമൃദ്ധി കണ്ട് പത്രോസിന് അത് താങ്ങാൻ പറ്റുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്നേഹം താങ്ങാൻ നമ്മുടെ മനുഷ്യന് കഴിയില്ല. അതാണ് അവൻ പാപിയന്റെ നിന്ന് അകന്നു പോകണമെന്ന് പറഞ്ഞ സാധനം. നമുക്കറിയാം സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെ? നമ്മളിപ്പോ ഒരു ചാലക്കുടിയിലത്തെ ഒരു കുടുംബത്തിന്റെ കേസ് കണ്ടു. അനവധി വിഷയങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ഇനി എന്താ ചെയ്യുക? എല്ലാ വഴിയും മുട്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയിൽ നിന്ന് ദൈവത്തിന്റെ ആ സ്നേഹം, ആ ഫേവർ വരുമ്പോ, സഹായം വരുമ്പോ നമ്മൾ കൃതജ്ഞതയോടെ അല്ലെ ഉള്ളു തട്ടി എന്ത് ചെയ്യുന്നുണ്ട്? കണ്ണിൽ നിന്ന് നിറകണ്ണോടെ നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ട് ദൈവത്തിനും ആ വ്യക്തികൾക്കും. ഇല്ലേ? അങ്ങനത്തെ അനുഭവങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്കില്ലേ? അതേപോലെ നമ്മൾ കണ്ടു, ആ മകള് അയലക്കാരിയായിട്ട് വർഷങ്ങളായിട്ട് ഉറ്റ ചങ്കാണ്, സുഹൃത്തുക്കളാണ്. വീണ്ടും എന്ത് ചെയ്യാണ്? ഇവര് തമ്മില് പരസ്പരം ക്ഷമ ചോദിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോ എന്താണ്? അവിടെയും പൊട്ടിക്കരച്ചിൽ നടന്നു. പ്രിയമുള്ളവരെ, സ്നേഹിക്കുന്നോടത്ത് മാത്രമാണ് എന്ത്? ദൈവസ്നേഹത്തിന്റെ ആഴം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, പ്രൈസ് ലോർഡ്.